യം ശൈവാഃ സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാം ശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. കാക്കണം സ്തുതി കേൾക്കണം പുനരന്തികെ എഴുന്നള്ളണം ആടണം കുഴലൂതുമാവഴി ഗാനമോടിയുതിർത്തിടാൻ ഓതണം പല തത്വവാക്കുകളെന്നുമെൻ കരളഞ്ചുവാൻ അന്തരംഗവസിക്കനേ ചിരം അറ്റകുറ്റമകറ്റുവാൻ അന്തരംഗവസിക്കനേ ചിരം അറ്റകുറ്റം അകറ്റുവാൻ. ഹരി ഓം ഹരി ഓം ഹരി. സാധാരണ എവിടെ പോയാലും ഇങ്ങനെ എന്തെങ്കിലും ഒരു തത്വപ്രവചനം നടത്തുന്ന സമയത്ത് അതിന് മുൻപായി മംഗളശ്ലോകങ്ങൾ ചിലത് ചൊല്ലും. അത് ഞാനാണല്ലോ ചൊല്ലുന്നത്, നിങ്ങൾ കേൾക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം. അതെങ്ങനെയാ? ഞാനൊരു 3 തവണ അല്പം നീട്ടി വലിച്ച് ഓംകാരം ജപിക്കാം. അത് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കൂട്ടായി ജപിക്കുക. അത് വെറും ഒരു ജപമല്ല, ഒരു തപോനുഷ്ഠാനമാണ്. തപസ് ശരീരം കൊണ്ട് ചെയ്യാം, വായ കൊണ്ട് ചെയ്യാം, മനസ്സുകൊണ്ട് ചെയ്യാം, ബുദ്ധി കൊണ്ടും ചെയ്യാം. ഇതിപ്പോൾ വായയും മനസ്സും ഒക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു തപസ്സാണ്. ഈ തപോനുഷ്ഠാനത്തിൻ്റെ ഉദ്ദേശം എന്താ എന്ന് ചോദിച്ചാൽ നമുക്ക് വലിയ ഒരു സങ്കല്പം ഉണ്ടാവണം. അതെന്താ? അത് നാം ഈ ഉച്ചരിക്കുന്ന ഓംകാരത്തിൽ വേദങ്ങളടക്കം എല്ലാം ഉള്ളടങ്ങിയിട്ടുണ്ട്. ഒരു തപോനുഷ്ഠാനമായി ചെയ്യുന്നത് ഈ മുംബൈ നഗരമോ ചെമ്പൂർ പ്രദേശമോ അല്ല, ഭാരതം എന്ന് പറയുന്ന ഉപഭൂഖണ്ഡവും കൂടിയല്ല, ഭൂതലവും വിശ്വമൊട്ടാകെയും പരിശുദ്ധമാവണം, ഒരു മംഗള സ്വാധീനം സ്പന്ദനം രചിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സങ്കല്പത്തോടു കൂടി വേണം ജപിക്കാൻ. ഇത് ജപിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പവിത്രതയും മംഗളവും ഉണ്ടാവും എന്നുള്ളത് പറയേണ്ടതില്ല. അത് വിട്ട് നമ്മുടെ മനസ്സ് വികസിതമായ ഒരു സങ്കല്പത്തോടു കൂടി ചെയ്യുന്ന ഒരു ഓംകാര ജപം 3 തവണ ഒരു അനുഷ്ഠാനമാണ്. അത് അതേപടി മനസ്സിലാക്കി നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വായ തുറന്ന് ലജ്ജയില്ലാതെ ഉള്ളും വായും ഒരുപോലെ തുറന്ന് ജപിക്കണം. എന്താ ചെയ്യോ? ആരും മിണ്ടില്ല. അപ്പം നിങ്ങൾ എത്ര ആളുണ്ട് ഇവിടെ എന്നുള്ളത് എനിക്ക് കണ്ടറിയാം. ഇനി ജപിക്കുന്ന സമയത്ത് എല്ലാവരും പങ്കെടുത്തു എന്നുള്ളത് കേട്ടാലും അറിയാം. സാധാരണ ഞാനിത് പറഞ്ഞാൽ എന്നൊക്കെ പറയുന്നവർ വളരെ ചുരുങ്ങും. എല്ലാവരും ജപിക്കുക, ഒരു മടിയൊക്കെ ഉണ്ടാവും. കണ്ണടയ്ക്കൂ, നിങ്ങളെ ആരും കാണില്ല, നിങ്ങൾക്ക് ആരെയും കാണാനും പറ്റില്ല. പിന്നെ വായും മനസ്സും തുറക്കുക.
അപ്പം അത് കേട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും പങ്കെടുത്തില്ല, എന്താ നിങ്ങളൊക്കെ മടിയന്മാരാണോ എന്നൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. എന്തു പറയണു? ഈ ഓങ്കാര ജപം കൊണ്ട് ശരീരത്തിൽ 3 വിധത്തിലുള്ള സ്വാധീനമാണ്. ഒന്ന്, വയസ്സാവലുണ്ടല്ലോ, ജരാനര, അത് കുറേ കുറയ്ക്കണം. ക്യാൻസർ രോഗത്തിനൊരു പ്രതിരോധ ശക്തി ഉണ്ടാക്കണം. സംഘർഷം വളരെയധികം കുറയണം, അതിനും ഒരു പ്രതിവിധിയാകണം. അതുമാത്രമല്ല, അമേരിക്കൻ കാർഡിയോളജിസ്റ്റൊക്കെ പറയുന്നത് ഓങ്കാര ജപം കൊണ്ട് ഹൃദയത്തിൻ്റെ ആയുസ്സും ബലവും സമ്പുഷ്ടിയും ഒക്കെ വളരെ വർദ്ധിക്കുമത്രേ. അത്ര വിശേഷപ്പെട്ട ഒരു ശബ്ദമാണ്. നമ്മുടെ വായിൽ നിന്ന് ഉച്ചരിച്ച് നമ്മുടെ ചെവി കൊണ്ട് തന്നെ കേട്ട് അത് ആസ്വദിക്കുന്നതോടുകൂടി വളരെയധികം സംയമാത്മകമായിരിക്കുന്ന ഒരു തപസ്സും കൂടി ആയിത്തീരുമത്. ഇതാ ഞാൻ ജപിക്കാം. നിങ്ങൾ കണ്ണടച്ച് നിവർന്നിരുന്ന് കൈ രണ്ടും കോർത്ത് മടിയിൽ വയ്ക്കുക. എന്നിട്ട് വേണം ജപിക്കാൻ. ഓ വളരെ നന്നായി. പക്ഷെ എല്ലാവരും പങ്കെടുത്തു എന്ന് തോന്നണില്ല. മടിയൊക്കെ വിട്ട് വിശ്വവ്യാപകമായിരിക്കുന്ന ഒരു സ്നേഹവാത്സല്യത്തോടു കൂടി ജപിക്കൂ. നിങ്ങൾ മൂലം എല്ലാവരും നന്നാവട്ടെ. ഓ ഹരി ഓം തസ്. കുതുകികളെ, നിങ്ങളെയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും എനിക്ക് നല്ല ഒരു സന്തോഷവും ഒരു ഉത്സാഹവും ഒക്കെ ഉണ്ടാവുന്നു എന്നാണ് തോന്നുന്നത്. നമ്മുടെ പവിത്രമായിരിക്കുന്ന ഭാരതഭൂമിയിൽ സനാതനമായ ഒരു ധർമ്മം ചരിത്രാതീത കാലം മുതൽക്ക് ഉടലെടുത്ത് നിലനിന്നു പോരുന്നു. ഈ ധർമ്മത്തിൻ്റെ പ്രായോഗികമായിരിക്കുന്ന അനുഷ്ഠാന ക്രമങ്ങൾ നിലനിർത്തി പോരുന്നത് 2 സങ്കേതങ്ങളാണ്. ഒന്ന്, നാം ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ദേവസന്നിധികളാണ്. ഈ ദേവസന്നിധികളും ഈശ്വരാരാധനയും എത്ര കാലം പഴക്കമുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് വേദകാലത്തോളം പഴക്കമുണ്ടെന്നാണ്. വേദങ്ങൾ തന്നെ വാസ്തവത്തിൽ അറിവിൻ്റെ ഭണ്ഡാകാരമാണ്. വിത് എന്ന ധാതുവിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള വേദശബ്ദമുണ്ടല്ലോ, അതിനർത്ഥം തന്നെ അറിവ് എന്നാണ്. അപ്പം വേദം മുഴുവനും അറിവാണ്, ജ്ഞാനമാണ്. അങ്ങനെ ജ്ഞാനസ്വരൂപമായിരിക്കുന്ന വേദം ആദ്യകാലം സംഹിതകളൊക്കെയായി സ്തുതികളൊക്കെയായി തുടങ്ങി അഗ്നികർമ്മങ്ങളായി വളർന്നു എന്നുണ്ടെങ്കിലും ഈ സ്തുതികൾ കൊണ്ടും അഗ്നികർമ്മങ്ങൾ കൊണ്ടും പൂർണ്ണമായ ഒരു സാഫല്യമോ അനുഭവദീപ്തിയോ ഇല്ലാത്തതിനാൽ നമ്മുടെ വേദകർത്താക്കൾ അവരുടെ ഗവേഷണവും അന്വേഷണവും വീണ്ടും പിന്തുടർന്നു. അങ്ങനെയാണ് ധ്യാനരൂപത്തിൽ മാനസമായിരിക്കുന്ന ആരാധനയ്ക്ക് മുഖ്യത്വം കൽപ്പിക്കുന്ന ആരണ്യകം എന്ന് പറയുന്ന 3ാമത്തെ ഭാഗമുണ്ടായത്. പുറമേയുള്ള പ്രവൃത്തികളെല്ലാം നിർത്തി അന്തർമുഖമായി മനുഷ്യൻ്റെ ഗവേഷണം എന്ന് വന്നപ്പോൾ അതേവരെ അറിയാത്ത പല സംഗതികളും അറിയാനിടയായി. അങ്ങനെയാണ് ഉപനിഷത്തിൽ കാണുന്ന അന്വേഷണങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം തന്നെ. ഏകം സദ്വിപ്ര ബഹുധാ വദന്തി എന്ന് പറഞ്ഞ് ഋഗ്വേദത്തിൽ തുടങ്ങി വെച്ച് സൂചിപ്പിച്ചിട്ടുള്ളതായ ആ സത്യം മുഴുവനും അവർക്ക് പിന്നീട് മനസ്സിലായി. എന്നാൽ ഉപനിഷത്ത് മാർഗങ്ങൾ എന്താ? അത് സ്തുതികളോ ആരാധനകളോ അഗ്നികർമ്മങ്ങളോ അല്ല. നേരെ മറിച്ച് നമ്മുടെ ബുദ്ധി ഉന്നയിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യമായിരുന്നു വാസ്തവത്തിലുള്ള തീർത്ഥയാത്ര. ആ തീർത്ഥയാത്ര പുറത്ത് നടന്നോ വാഹനത്തിലോ പോകുന്നതല്ല. ശരീരത്തിൻ്റെ അന്തർഭാഗത്ത് മനസ്സിൽ വേണ്ടത്ര ഉത്സാഹവും തീവ്രതയും തോന്നി ബുദ്ധി കൊണ്ട്
കുതിച്ചു കുതിച്ച് മുൻപോട്ട് പോകുന്നതായ ഒരു തീർത്ഥയാത്രയാണ്. ആ തീർത്ഥയാത്ര പര്യവസാനിക്കുന്നത് അവനവൻ്റെ തന്നെ അന്തരാത്മാവുമായി ഒരു സമ്മേളനം സംഭവിക്കുമ്പോഴാണ്. എന്നാൽ ഇതിൽ വളരെയധികം ബുദ്ധിയുടെ പ്രയോഗവും അതിസൂക്ഷ്മമായിരിക്കുന്ന വിചാരധാരയും ഉള്ളതുകൊണ്ട് സാധാരണക്കാർക്ക് ഇത് സാധിക്കില്ല എന്ന് കണക്കാക്കി അവർക്കും ഇതിൻ്റെ ഗുണമോ മേന്മയോ മഹിമയോ ഉണ്ടാവണം എന്ന് വിചാരിച്ചാണ് ആരാധനാക്രമങ്ങൾ ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടത്. അങ്ങനെ ആരാധനയ്ക്ക് സൗകര്യം നൽകുന്ന പൊതുദേവഗൃഹങ്ങളായ ദേവസന്നിധികളാണ് നമ്മുടെ ധർമാനുഷ്ഠാനത്തെയും സംസ്കാരത്തെയും നിലനിർത്തിപ്പോന്ന പ്രധാനപ്പെട്ട ഒരു നട്ടെല്ല്. അവിടെ നൂറുകളല്ല, ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികളും വരെ ജനങ്ങൾ പോയി വരാറുണ്ട്. കുംഭമേളയിലും ശബരിമല മുതലായിട്ടുള്ള സ്ഥലങ്ങളിലും കോടിക്കണക്കിനാണ് ജനങ്ങൾ പോകുന്നത്. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. ആ ദേവസന്നിധികളെല്ലാം നിശ്ചലമായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് അധിവസിപ്പിക്കുന്നത്. നമുക്ക് പറയാനുള്ളത് പറയാം, ഇറക്കാനുള്ളത് ഇറക്കാം, ഭാരം കുറഞ്ഞ് സന്തോഷത്തോടു കൂടി ലാഘവത്തോടു കൂടി മടങ്ങിപ്പോകാമെങ്കിലും നമ്മുടെ മനസ്സിലോ ബുദ്ധിയിലോ തോന്നുന്നതായ ഉത്കണ്ഠയും വ്യാകുലതയും ചോദ്യങ്ങളും ആരാച്ചലുകളുമെല്ലാം അവിടെ മറുപടി കിട്ടാൻ പറ്റുന്നതല്ല. അതിന് എന്തെങ്കിലും ഒരു മറുപടിയോ ഒരു പരിഹാരമോ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് ആശ്രമങ്ങളെ ആശ്രയിച്ചേ പറ്റുള്ളൂ. ക്ഷേത്രങ്ങളെല്ലാം മിണ്ടാത്ത ദൈവങ്ങളെ അധിവസിപ്പിക്കുന്നതാണെങ്കിൽ ആശ്രമങ്ങൾ മിണ്ടുന്ന ദൈവങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. അവിടെ പോയി ആശ്രമാധിപനെ കണ്ട് നമസ്കരിച്ച് തനിക്ക് പറയാനുള്ളത് എന്തുമാകട്ടെ പറയാം, ചോദിക്കാനുള്ളത് എന്തുമാകട്ടെ ചോദിക്കാം. അപ്പം അതിന് മറുപടി കിട്ടും. ബുദ്ധൻ്റെ കാലത്ത് ഇവിടുത്തെ ആശ്രമങ്ങളെല്ലാം തീരെ അധപ്പതിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ മറുപടി പറയാൻ ആരുമില്ലാത്തൊരു കാലമായിരുന്നു പോലും. അതുകൊണ്ടാണ് ബുദ്ധന് ഒരാശ്രമങ്ങളിൽ നിന്നും ഒരു തരത്തിലുമുള്ള പരിഹാരം കിട്ടാതെ അദ്ദേഹം പ്രയാണം തുടങ്ങി അവസാനം ബോധമുണ്ടായത് എന്ന് ചരിത്രം പറയുന്നത്. ബുദ്ധൻ്റെ കാലശേഷം 1300 കൊല്ലക്കാലം ബുദ്ധൻ ഒരു മഹാരാജാവിൻ്റെ വംശത്തിൽപ്പെട്ടതായതുകൊണ്ട് ആ സ്വാധീനത്തിലും ആ പ്രശസ്തിയിലും എല്ലാവരും ബുദ്ധമതം അവലംബിച്ച് അങ്ങനെ ആ ബൗദ്ധ സിദ്ധാന്തങ്ങൾ വളരെയധികം പ്രചരിച്ചു. ഭാരതത്തിൽ 1300 കൊല്ലക്കാലമുണ്ടായിരുന്നു. സ്വാമിജി എങ്ങനെയാ ഇങ്ങനെ 1300 കൊല്ലം എന്ന് പറയുന്നത്? ഉറപ്പിച്ചു പറയും. എന്താ അതിന് കാരണം? 1200 കൊല്ലങ്ങൾ മുൻപാണ് ശങ്കരാചാര്യർ ജന്മം കൊണ്ടത്. അദ്ദേഹമാണ് ഈ ഉപനിഷത്തുകളെയും വേദാന്തത്തെയും എല്ലാം ഭാഷ്യങ്ങളും വിവരണങ്ങളുമെല്ലാമായി പുറത്തു കൊണ്ടുവന്ന് ബൗദ്ധ സിദ്ധാന്തങ്ങൾ അപൂർണമാണ്, പൂർണ്ണമായിരിക്കുന്ന സിദ്ധാന്തമാണ് വേദാന്തം, ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ അറിയിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഗുരുദേവൻ നർമ്മദാ നദീ തീരത്തിൽ ഗോവിന്ദപാദർ എന്നുള്ള പേരോടുകൂടി കുരീരത്തിൽ താമസിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കിയത് ശങ്കരാചാര്യരുടെ അച്ഛനാണ്. ബ്രഹ്മത്തെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ചു മകൻ അച്ഛനോട്. ഉണ്ണിയോട് മറുപടി പറയാൻ അച്ഛന് പറ്റിയില്ല. അച്ഛൻ പറഞ്ഞു, എന്തു പറഞ്ഞു? ഇതിന് മറുപടി പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളേ ഉള്ളൂ, ഗോവിന്ദപാദർ. നർമ്മദാ നദീ തീരത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്, അദ്ദേഹത്തെ തന്നെ കാണേണ്ടി വരുന്നു. അത് പറഞ്ഞ് അധികം താമസിക്കാതെ അച്ഛൻ ശരീരം വിട്ടു. ശങ്കരാചാര്യരുടെ മനസ്സിൽ, ഉണ്ണിശങ്കരൻ്റെ മനസ്സിൽ ചോദ്യം വളരെ ഉത്കടമായി, ശക്തമായി. അത് വീണ്ടും വീണ്ടും കുതിച്ചു പുറപ്പെടാൻ തുടങ്ങി. മറുപടി കിട്ടാൻ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞാണ് വിധവയായി താൻ മാത്രമേ ഒരു സന്താനമായിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ആ അമ്മയെ യാത്ര പറഞ്ഞു വിട്ട് കാൽനടയായി നർമ്മദാ നദീ തീരത്തിൽ ഗോവിന്ദപാദരുടെ കുടീരത്തിൻ്റെ വാതിൽക്കലിൽ ചെന്നെത്തിയത്. നഷ്ടപ്പെട്ടു പോയതായ അച്ഛനെ കിട്ടിയതുപോലെയാണ് ശങ്കരന് തോന്നിയത്. അദ്ദേഹത്തിന് നല്ല ഒരു സത്സന്താനം കൈവന്ന പോലെ ഗോവിന്ദപാദർക്കും തോന്നി. അച്ഛനും മകനും തമ്മിലുള്ളതുപോലെ അവർ തമ്മിൽ വൈദികമായിരിക്കുന്ന ഒരു സമായോഗമായിരുന്നു നടന്നത്. അതെല്ലാം കഴിഞ്ഞ് ശങ്കരാചാര്യരുടെ ബുദ്ധിയും സാമർഥ്യവും അനുഭവദീപ്തിയും എല്ലാം കൂടി കണ്ടപ്പോൾ ഗോവിന്ദപാദർ ചോദിച്ചു, എൻ്റെ പൊന്നു മോനെ ഒരു കാര്യം ചെയ്യോ? വേദാന്ത ഗ്രന്ഥങ്ങൾ മുഴുവൻ ചെതല് പിടിച്ച് കിടക്കുന്നു ഇവിടെ. ഇതിൻ്റെ അർത്ഥമോ വ്യാപ്തിയോ മഹിമയോ മേന്മയോ ഗുണമോ നേട്ടമോ ഇത് എനിക്ക് നൽകാൻ സാധിക്കുന്ന അനുഗ്രഹാതിരേകമോ ഒന്നും തന്നെ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഇവിടെ ആരും തന്നെ ഇല്ല. നിനക്കത് സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ പൊന്നു മോനെ, നീ ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചു. ആ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ശങ്കരാചാര്യർ കാൽനടയായി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഇന്ത്യയിൽ നടന്ന് ഭാഷ്യങ്ങളും വ്യാഖ്യാനങ്ങളും വിവരണങ്ങളുമായി എഴുതി
ഈ അദ്വൈതം വേദാന്ത സിദ്ധാന്തം ഇവിടെ പുനഃസ്ഥാപിച്ചത്. ആ പുനഃസ്ഥാപിച്ചത് 1200 കൊല്ലങ്ങൾ മുൻപാണ്. ബുദ്ധൻ ജനിച്ചതോ 2500 പരം കൊല്ലത്തിന് മുൻപാണ്. അതാണ് ആ ഗ്യാപ്പ്. 1300 കൊല്ലക്കാലം ഇവിടെ ചരിത്രാതീത കാലം മുതൽക്കേ വളരെ പ്രസിദ്ധമായി എല്ലാവരും പ്രചരിപ്പിച്ചു വന്നുകൊണ്ടിരുന്നതായ നമ്മുടെ വൈദിക സംസ്കാരം മങ്ങിക്കിടന്നതും ഗ്രഹണം പിടിച്ചു കിടന്നതും ആ കാലം മുതൽക്ക് തന്നെ ഉണ്ട് ഇവിടെ ആരാധനാക്രമങ്ങൾ. ആ ആരാധനയുടെ ക്രമങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് കാണാം. ശില്പി കൊത്തിയുണ്ടാക്കിയിട്ടുള്ള ഒരു വിഗ്രഹം, എന്താ പറഞ്ഞത് ഞാൻ? ശില്പി കൊത്തിയുണ്ടാക്കിയിട്ടുള്ള ഒരു വിഗ്രഹം കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് ഉളിയും ചിറ്റികയുമായി കണ്ണും മൂക്കും തുളയുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഗ്രഹം കൊണ്ടുവരുന്നു. ആ വിഗ്രഹത്തിനെയാണ് ജലാധിവാസം, ദ്രവ്യാധിവാസം, തത്വകലശ പൂജ എന്നിങ്ങനെ പലതുമായി ചെയ്ത് അതിന് പ്രാണൻ നൽകി, അംഗോപാംഗങ്ങൾ നൽകി, പല വിധത്തിലുള്ള ശക്തികളും അതിൽ വേണ്ടതുപോലെ പ്രതിഷ്ഠിച്ച് ദാ ഇത് ദൈവമായി തീർന്നിരിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ആരാധിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ മുൻപിൽ തരുന്നത്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. എന്ത്? ആ കല്ലിനെ ദൈവമാക്കിയത് ആരാണെന്ന്? എന്താ ആരും മിണ്ടാത്തെ? എങ്ങനെയാക്കി? നാം തന്നെ കണ്ടുപിടിച്ചു വച്ചിട്ടുള്ളതായ മന്ത്രങ്ങളിലൂടെ, തന്ത്രങ്ങളിലൂടെ, ആ നിഷ്ഠകളിലൂടെ അവനവൻ്റെ ഉള്ളിൽ നിന്നുള്ള പ്രാണനെയാണ് കല്ലിൽ പ്രതിഷ്ഠിക്കുന്നത് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ആ പ്രതിഷ്ഠിച്ചിട്ടുള്ളതായ പൂജാരി ആ ദേവവിഗ്രഹത്തിൻ്റെ അച്ഛനാണ്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വന്ന്, തന്ത്രി തന്നെ വന്ന് പൂജ ചെയ്താൽ മകന് വലിയ ഇഷ്ടമാണ്. തന്ത്രി ചെയ്യുന്ന പൂജയ്ക്ക് ഒരു തപസ്, ഒരു അനുഷ്ഠാനം എന്നുള്ളൊരു മഹിമയുണ്ട്. നിത്യപൂജയ്ക്ക് അത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പം മനുഷ്യൻ്റെ മനസ്സാണല്ലോ ഈ മന്ത്രങ്ങൾ രൂപീകരിച്ചതും ആ മന്ത്രങ്ങളെ പ്രയോഗിച്ച് ബിംബത്തെ ചൈതന്യവത്താക്കി അനുഗ്രഹശക്തി ഉണ്ടാക്കി കൊടുത്തതും. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ, ആ ദൈവവിഗ്രഹമോ മേലേ അതോ മനുഷ്യൻ്റെ മനസ്സോ മേലേന്ന്? എന്താ, വല്ല മറുപടി ഉണ്ടോ നിങ്ങൾക്ക്? ആരും മിണ്ടില്ല. അത് നല്ല പോലെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ക്ഷേത്രത്തിൽ വിഗ്രഹത്തിന് ചൈതന്യം വരാൻ പല വിധത്തിലുള്ള കാര്യങ്ങൾ നടക്കണം. അന്നദാനം വേണം, അവിടെ നിത്യപൂജ വേണം, വിശേഷാൽ പൂജ വേണം, ആണ്ടിൽ ഒരു ദിവസമെങ്കിലും ഉത്സവം വേണം, എല്ലാവർക്കും അന്നേ ദിവസം വരാൻ ഒരു സൗകര്യം കൊടുത്തുകൊണ്ട്. തന്ത്രി ഇടയ്ക്കിടയ്ക്ക് വന്ന് ആ തപസ്സോട് കൂടിയിട്ടുള്ള പൂജ നടത്തണം. ഇതിലെല്ലാറ്റിലും മീതെയാണ് ആ ക്ഷേത്രാങ്കണത്തിൽ ഈശ്വരൻ ആര്, ഭക്തി എന്ത്, ആരാണ് ഭക്തൻ, ഭക്തിയുടെ ആധാരം എവിടെ, അതെങ്ങനെ വളർത്തിയെടുക്കാം, എങ്ങനെ സമ്പുഷ്ടമാക്കാം, അതിന് വൃദ്ധിയുണ്ടോ, ഉന്നതിയുണ്ടോ, ഉണ്ടെങ്കിൽ എന്ത്, അവസാനം ഭക്തി പരിസമാപിക്കുന്നത് എങ്ങനെ, അത് സാഫല്യം അണിയുന്നത് എപ്പോൾ, അതിനു വേണ്ടിയുള്ള ക്രമങ്ങളും നിഷ്ഠകളും നിയന്ത്രണങ്ങളും, അതിന് എന്തെല്ലാം അറിവ് വേണമോ അറിവ്, വിവേകം വേണമോ വിവേകം, എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും പറഞ്ഞ് വെളിപ്പെടുത്തി തരുന്ന ഈ ലോകമെന്ത്, മനുഷ്യനാര്, ഇതെങ്ങനെ ഉദ്ഭവിച്ചു, ഇതെങ്ങനെ നിലനിൽക്കുന്നു, ഈ നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന ശാശ്വതമായിരിക്കുന്ന ധർമ്മങ്ങളോ സിദ്ധാന്തങ്ങളോ മൂല്യങ്ങളോ തത്വങ്ങളോ ഉണ്ടോ, ഇതെല്ലാം പറഞ്ഞ് വെളിപ്പെടുത്തി തരുന്നതായ തത്വപ്രവചന പരമ്പരകളെയാണ് ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത്. പ്രവക്താവിൻ്റെ മുഖത്തിൽ നിന്ന് നിർഗളിക്കുന്ന ശബ്ദങ്ങളാണ് അവിടെ ഹോമദ്രവ്യങ്ങൾ. അത് സ്വീകരിക്കുന്നതാകട്ടെ ശ്രോതാക്കളുടെ കർണപുടങ്ങളുമാണ്. കേൾക്കുന്നവരുടെ ചെവിയാണ് അവിടെ അഗ്നി. പ്രവക്താവിൻ്റെ വിവരണങ്ങളും പ്രതിപാദനങ്ങളുമാണ് ഹോമദ്രവ്യങ്ങൾ. അതങ്ങോട്ട് കേൾക്കുന്ന സമയത്ത് ഉടനടി നമ്മുടെ മനസ്സിൽ, ശ്രോതാക്കളിൽ അനുഭവവും അറിവും ആദർശവും എല്ലാം തന്നെ ഉണ്ടാവുന്നു. അതേമാതിരി ഒരു സദ്യ ഫലം ബാക്കിയുള്ള കർമ്മങ്ങൾക്ക് ഉണ്ടായി എന്ന് വരില്ല. അതുകൊണ്ടാണ് ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞഃ പരം തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ എന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത്. ദ്രവ്യയജ്ഞങ്ങളെക്കാൾ ഒക്കെ ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം. നമ്മുടെ പ്രവൃത്തികളെല്ലാം പര്യവസാനിക്കുന്നത് ജ്ഞാനത്തിലാണ് എന്ന്. അങ്ങനെ ഒരു ജ്ഞാനയജ്ഞത്തിൻ്റെ ഭാഗമാണ് നാം ഇവിടെ നടത്താൻ പോകുന്നത്. തികച്ചും വൈദികമായിരിക്കുന്നതായിരിക്കും നാം പ്രതിപാദിക്കുന്നത്.
ആ പ്രതിപാദിക്കുന്ന സമയത്ത് എന്ത് ചർച്ച ചെയ്യുന്നുവോ ആ ചർച്ച ചെയ്യുന്നത് വേണ്ടതുപോലെ സത്യസന്ധമായി അത് പ്രതിപാദിക്കണം. അത് അതേമാതിരി വേണം നിങ്ങളെല്ലാവരും ഗ്രഹിക്കാൻ. നമുക്കിവിടെ ഇന്നുള്ള വിഷയം ഭക്തൻ്റെ വളർച്ച, ഭക്തിയുടെ സാഫല്യം എന്നാണ്. എങ്ങനെയാണ് ഭക്തൻ വളരുക? ആരാ ഈ ഭക്തൻ? ഒരു മാംസകഷ്ണമാണോ അല്ലെങ്കിൽ മാംസപിണ്ഡമാണോ? അല്ല. നമുക്കൊരു ശരീരമുണ്ട്. ആ ശരീരത്തിൽ 10 ഇന്ദ്രിയങ്ങളാണ്. 5 ഇന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ. കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ത്വക്ക് എന്ന് പറയുന്നതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത് അനുഭവം, ജ്ഞാനമാണ്. ഈ ലോകമുണ്ടെന്ന് പറയുന്നതും ആ ലോകത്തിൽ ഇന്നെല്ലാമാണ് ഉണ്ട് എന്ന് കാണിച്ചു തരുന്നതും നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ നമുക്ക് ലോകവുമില്ല. ആ ലോകത്തിന് ഒരു തരത്തിലുള്ള ആകൃതിയോ ശബ്ദസ്പർശ രസരൂപഗന്ധങ്ങളോ അവിടെ ഉണ്ടാവില്ല. കർമ്മേന്ദ്രിയങ്ങൾ 5 എണ്ണമുണ്ട്. അത് പ്രതിഷ്ഠിച്ച് വച്ചിരിക്കുന്നുണ്ട് ഈ ദേഹം. അപ്പോൾ ഈ ദേഹം എന്ന് പറയുന്നത് 10 ഇന്ദ്രിയങ്ങളെ പാർപ്പിക്കാനുള്ളതായ ഒരു ഗൃഹമാണെന്ന് പറഞ്ഞോളൂ. പക്ഷേ ഈ ശരീരത്തിന് സ്വയം പ്രവർത്തിക്കാൻ പറ്റില്ല. ഇതിനെ പ്രവർത്തിപ്പിക്കണം. ആ പ്രവർത്തിപ്പിക്കാനുള്ളതാണ് ഉള്ളിലുള്ള മനസ്സ്. ശരീരം തികച്ചും ഭൗതികമാണ്, ദ്രവ്യാത്മകമാണ്, ഊർജാത്മകമാണ്. ഇഫ് ദ ബോഡി ഈസ് ആൻ അഗ്രിഗേറ്റ് ഓഫ് മാറ്റർ ആൻഡ് എനർജി, ആ മാറ്ററിനും എനർജിക്കും രണ്ടിനും ചിന്തിക്കാനോ അനുഭവിക്കാനോ പല വിധത്തിലുള്ള വികാരങ്ങൾ ഉദ്ദീപിപ്പിക്കാനോ ഓർമ്മ വയ്ക്കാനോ ഒന്നും സാധിക്കില്ല. എന്നാൽ നമുക്ക് മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. മനസ്സുകൊണ്ടാണ് പല വിധത്തിലുള്ള തോന്നലും അറിവും സംവേദനങ്ങളും നടക്കുന്നത്. ബുദ്ധി കൊണ്ടാണ് ആലോചിച്ച് ഊഹാപോഹങ്ങളിലൂടെ പല നിഗമനങ്ങളിലും നാം എത്തിച്ചേരുന്നത്. ഒരു മനുഷ്യനിൽ ഏറ്റവും വിശേഷപ്പെട്ടത് അവൻ്റെ ബുദ്ധിയാണ്. അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്നത് പ്രത്യക്ഷമായി നമുക്ക് കാണാമെങ്കിലും ഈ ശരീരത്തിനെ അതാത് പ്രവൃത്തികളിൽ വിനിയോഗിക്കണമെങ്കിൽ അതിനൊരു മനസ്സ് വേണം. ആ മനസ്സ് ശരീരമല്ല, അത് ചേതനാത്മകമാണ്. ബുദ്ധിയും ചേതനാത്മകമാണ്. അപ്പം ഭക്തൻ വളരണമെങ്കിൽ ശരീരം കൊണ്ടാണോ വളർച്ച? ശരീരം എതുവരെ വളരും? 21 വയസ്സ് വരെ വളരും. അത് കഴിഞ്ഞ് വളർന്നാൽ കൊല്ലം തോറും കട്ടള മാറ്റി വയ്ക്കേണ്ടി വരും വീട്ടിൽ. അപ്പം ശരീരം തന്നെത്താനെ വളർച്ച നിൽക്കുകയാണ് 21 വയസ്സായാൽ. ആ പിറ്റേ ദിവസം മുതൽക്ക് അതിന് ക്ഷീണവും ക്ഷയവുമാണ് സംഭവിക്കുന്നത്. അപ്പോഴാണ് നമുക്കൊരു പൂർണ്ണമായ വ്യക്തിത്വം അഡൾട്ട് എന്ന് പറയുന്നത്. ആ നാം അഡൾട്ടാകുന്നതോടുകൂടി ശരീരത്തിൻ്റെ വളർച്ച നിന്നാൽ പിന്നെ വളരാനുള്ളത് ആര്, എന്ത്, എവിടെ, എങ്ങനെ, എപ്പോൾ എന്നുള്ള ചോദ്യം കൂടാതെ കഴിയില്ല. ഒഴിച്ചുകൂടാത്തതാണ് ആ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ നിങ്ങൾ എല്ലാവരും ചോദിക്കണം. ഒരു ഭക്തൻ വളരുന്നത് എപ്പോഴാ? ഭക്തിയെക്കുറിച്ച്, ഭഗവാനെക്കുറിച്ച്, തന്നെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്, ധർമാധർമ്മങ്ങളെക്കുറിച്ച്, നന്മ തിന്മകളെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും ഗ്രഹിക്കാനും ഉണരാനും സാക്ഷാത്കരിക്കാനും പുറപ്പെടുമ്പോഴാണ് ഭക്തൻ്റെ ഭക്തി വളരുന്നത്. അപ്പം ഭക്തൻ്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ് തത്വവിചാരം, ആലോചന, ഗവേഷണം, വിലയിരുത്തൽ, ഇതെല്ലാം തന്നെ. അങ്ങനെ വന്നാൽ താൻ അഭ്യസിക്കുന്നതായ ഭക്തി, പിന്തുടരുന്നതായ ഭക്തി, അനുധാവനം ചെയ്യുന്നതായ ഭക്തി അനുഷ്ഠാനം, അത് വളർന്ന് വികസിച്ച് ആഴം കൂടി ഉത്തുംഗമായി വ്യാപ്തി വർദ്ധിച്ച് അതിന് പൂർണ്ണമായ ഒരു സാഫല്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇത് രണ്ടും വരണമെങ്കിൽ തത്വവിചാരം കൂടിയേ തീരൂ. ആ തത്വവിചാരം എല്ലാവർക്കും സ്വയം നടത്താൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ടാണ് സജ്ജന സംസർഗം, സത്കാര്യങ്ങളെ പ്രതിപാദിക്കുന്നതാണ് സത്സംഗം. സത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഒരുപോലെ നിലനിൽക്കുന്നത്, അസത്തല്ല, നശിക്കുന്നതല്ല. ആ സത്തിനെ പ്രതിപാദിക്കുന്നത് എന്തായാലും അത് സത്സംഗമാണ്. അങ്ങനെ പ്രതിപാദിക്കാൻ ആർക്ക് പറ്റും? വാസ്തവത്തിൽ സത്തിനെ അറിയുന്നവർ, അല്ലെങ്കിൽ അറിയുന്ന മാതിരി ഏതാണ്ട് അതുവരെ ആയിട്ടുള്ളവർ. നമ്മുടെ ഏത് ഘട്ടം വേണമെങ്കിൽ എടുത്തു നോക്കിക്കോളൂ. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാം എന്താ? ഒരു രാമൻ, ശ്രീരാമൻ, ത്രേതായുഗത്തിലുള്ള രാമൻ തീർത്ഥയാത്ര കഴിഞ്ഞ് വളരെ മൗഢ്യത്തോടു കൂടി അച്ഛനമ്മമാരെ പോലും നമസ്കരിക്കാൻ പറ്റാതെ മനസ്സ് ഇടിഞ്ഞ് ലോകത്തിനോട് വെറുപ്പും വൈരാഗ്യവും തോന്നി കുളിക്കാൻ വരെ ഇഷ്ടമില്ലാതെ വിഷണ്ണനായിരുന്നു ശ്രീരാമൻ. ദശരഥന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കൗസല്യയ്ക്കും ഒന്നും പറ്റിയില്ല. അവിടെയുള്ള മന്ത്രിവര്യന്മാർക്കും പട്ടണവാസികൾ പ്രമുഖന്മാർക്കും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് വസിഷ്ഠർ, എന്താ ഈ ശ്രീരാമന് വിഷമം ഞാൻ അറിയട്ടെ എന്ന് പറഞ്ഞ് വിളിച്ച് രാമൻ്റെ സങ്കടം മുഴുവനും പറഞ്ഞു കേട്ടതിന് ശേഷം 18 ദിവസമാണ് വസിഷ്ഠ മഹർഷി
കാലത്ത് സൂര്യോദയത്തിന് ശേഷം അസ്തമനം വരെ ഉപദേശങ്ങളായി അങ്ങനെ നടന്നത് 18 ദിവസം. അവിടെ രാമൻ എന്ത് ചെയ്തു? കേട്ടു, ചോദിക്കേണ്ടത് ചോദിച്ചു. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ പറയുന്നത്? ശ്രദ്ധിക്കുന്നുണ്ടോ? പരീക്ഷിത്ത് ശാപമേൽക്കാൻ പരീക്ഷിത്തുണ്ടായി, ശാപമോചനത്തിന് അവിടെ പരീക്ഷിത്തില്ല. 7 ദിവസം അദ്ദേഹത്തിന് ഇത്രയെങ്കിലും ഒരു സദ്ബുദ്ധി ഉണ്ടായി. 7-ാം ദിവസം ഞാൻ മരിക്കാൻ പോവുകയാണല്ലോ, ഞാൻ പ്രായോപവേശത്തിലാണ്, വെള്ളം പോലും കുടിക്കില്ല, ഭക്ഷണവും കഴിക്കില്ല. അതുവരെ അദ്ദേഹം ചെയ്തു. അങ്ങനെ പട്ടിണി കിടന്നതുകൊണ്ട് എന്താവും? പട്ടിയും പൂച്ചയും ചാവുന്ന മാതിരി ചാവും, ഇവിടെ പാമ്പ് കടിച്ചും ചാവും. ആ 7 ദിവസത്തിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ പരീക്ഷത്തിനെ എല്ലാവരും അഭിനന്ദിച്ചപ്പോൾ പറയുകയാണ്, നിങ്ങളുടെ അഭിനന്ദനം ഞാൻ സ്വീകരിക്കുന്നു, അതിന് നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിവാദനം ചെയ്യുന്നു. പക്ഷേ എൻ്റെ ചെവികളിൽ തോരാതെ തത്വകഥനങ്ങളും ഈശ്വരഗാഥകളും നിങ്ങൾ കേൾപ്പിക്കണം എന്നാണ് അവർ പറഞ്ഞത്. പറയണത് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ? ഭക്തി എങ്ങനെ വളരും എന്ന് ചോദിച്ചാൽ, പരീക്ഷത്തിൻ്റെ ഭക്തി വളരാൻ എല്ലാം കൂടി 7 ദിവസമേ അവിടെയുള്ളൂ. ആ 7 ദിവസത്തിൽ ഞാൻ എൻ്റെ ചെവി മാത്രമേ കടന്നിരുള്ളൂ, ആ ചെവിക്ക് വേണ്ട വിഭവം നൽകേണ്ടത് നിങ്ങളാണ് എന്ന് പറഞ്ഞ് അവിടെ ദർഭപ്പുല്ല് വിരിച്ച് ഇരിപ്പായപ്പോഴാണ് ഭാഗീരഥി തീരത്തിൽ ശുഗമഹർഷിയെ കൊണ്ടുവന്ന് കൊടുത്തത് പ്രകൃതി. ആരാ അത് കൊണ്ടുവന്ന് കൊടുത്തത്? ശമീക മഹർഷിയുടെ ഉള്ളിൽ ദാഹിച്ച വെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കോപം വന്ന് ഈ മഹർഷി ഇതൊരു കാട്ടിക്കൂട്ടലാണോ അതോ ശരിക്കും ഉള്ള ധ്യാനമാണോ എന്ന് പരീക്ഷിച്ചു കളയാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പുറത്തു പോയപ്പോൾ പ്രകൃതി അവിടെ ഒരു ചെത്ത പാമ്പിനെ കൊണ്ടിട്ടിരിക്കുന്നു. അത് വില്ലിൻ്റെ തുമ്പിലൂടെ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്ന് മാലയാക്കി കൊണ്ടങ്ങോട്ട് ഇട്ടതു. അതുവരെ ചെയ്തു ഈ പരീക്ഷിത്ത്. ഇതിലധികം ഒരു മഹാപാപം ലോകത്തിൽ ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. ആ മഹാപാപം ചെയ്തത് വാസ്തവമാണ്. ആനയ്ക്കും അടിതെറ്റും, പരീക്ഷിത്ത് മഹാരാജാവിനും തെറ്റി അടി. കാര്യം കഴിഞ്ഞു, ദാഹം നിന്നു, അതിനുശേഷം പശ്ചാത്താപമായി. അപ്പോഴാണ് മുനികുമാരൻ്റെ ശാപം കേട്ടത്. ആ ശാപം കംപ്ലീറ്റായിട്ട് മുങ്ങി അങ്ങോട്ട് പോയി. ഈ പ്രായോപവേശം എന്ന് പറയുന്ന തപസ്, ആ അനുഷ്ഠാനം എടുക്കാൻ തീരുമാനിച്ചതോടുകൂടി. അതുമാതിരി ഭക്തജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പല വിധത്തിലുള്ള തെറ്റും നമുക്ക് സംഭവിക്കാം, പാപങ്ങളും ചെയ്തെന്ന് വരാം. ചെയ്ത പാപത്തിനെ കുറിച്ച് അനാവശ്യമായി ചിന്തിക്കാതെ പാപപരിഹാരത്തിനുള്ള വഴി നിങ്ങൾ തേടിക്കോളൂ. പരീക്ഷ ചെയ്ത മഹാപാപത്തിന് തക്ഷകൻ കടിക്കും എന്നുള്ള ശാപം കിട്ടിയാലും തക്ഷകൻ കടിക്കുന്നതിന് മുൻപ് തന്നെ പരീക്ഷത്തിന് തൻ്റെ ശരീരത്തിൽ വിട പറയാൻ സാധിച്ചു. തത്വപ്രവചനം, തത്വശ്രവണം കൊണ്ട്. ആ പരീക്ഷത്ത് 7 ദിവസം അവിടെ ഇരുന്ന് ചെയ്തത് എന്താ? അദ്ദേഹം മലയ്ക്ക് പോയില്ല, പ്രദക്ഷിണം വെച്ചില്ല, കുളിച്ചില്ല, ഒന്നും ചെയ്തില്ല. ശുഗമഹർഷി പറഞ്ഞത് കേട്ട് കേട്ട് ഗ്രഹിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അതാണ് അവിടെ ഉണ്ടായത്. പരീക്ഷത്തിന് മാത്രമല്ല, ദേവഹൂതിക്ക് ആര് പറഞ്ഞു കൊടുത്തു? കപിലൻ, തൻ്റെ മകൻ. അതും ദേവഹൂതി കേൾക്കുക ചെയ്തത്. പ്രഹ്ലാദൻ്റെ സഹപാഠികൾ എന്ത് ചെയ്തു? പ്രഹ്ലാദൻ പറയുന്നത് കേട്ടു, ഗ്രഹിച്ചു. ആചാര്യന്മാർ പോലും വിട്ടുകളഞ്ഞ കാര്യങ്ങൾ അവർ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രത്യേകം ചൂണ്ടിക്കാണിച്ചു ഉപദേശിച്ചു. ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ ധർമ്മവുമില്ല, മോക്ഷവുമില്ല, അതിന് കാരണമായിരിക്കുന്ന ഭക്തിയുമില്ല. ആചാര്യന്മാരുടെ പഠിപ്പിൽ പണം സമ്പാദിക്കാനുള്ള അർത്ഥങ്ങളും അത് സുഖമായി അനുഭവിച്ച ആഗ്രഹപൂരണത്തിനുള്ള വഴികളും അർത്ഥകാമം മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് വലിയ തെറ്റാണെന്ന് ചെറിയ കുട്ടി ഉപദേശിച്ചപ്പോൾ അവർ കേട്ടു മനസ്സിലാക്കി. കൃഷ്ണന് ജന്മം നൽകിയ വസുദേവൻ തനിക്ക് പറ്റിയ അമളി പറഞ്ഞ് എനിക്ക് രക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞ് വല്ലാതെ സങ്കടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ട സംരക്ഷണം നൽകി, ഉപദേശം നൽകി, മോക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ നാരദ മഹർഷിയാണ് നിമിയോഗി സംവാദം അവതരിപ്പിച്ചത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മനസ്സിലാക്കുന്നുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? നിമി ചക്രവർത്തിയുടെ സംവാദമാണ് പറഞ്ഞ് മനസ്സിലാക്കിയത്. നാരദ മഹർഷി, എനിക്കൊരു തെറ്റുപറ്റി, മഹാവിഷ്ണു എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു നിന്നു, എല്ലാം തരാൻ തയ്യാറായിരുന്നു, മോക്ഷമടക്കം. പക്ഷേ ഞാൻ പറഞ്ഞുപോയി എനിക്ക് മകനായിട്ട് ജനിക്കണമെന്ന്. ഭഗവാൻ മകനായി ജനിക്കണം എന്ന് പറയാൻ ആരാണ് ഇവിടെ ഒരു ഭക്തൻ? ഭഗവാനോട് പറയുക, അതും ഇങ്ങനെ പറയുക, അങ്ങൻ്റെ മകനായിട്ട് ജനിക്കണം എന്ന്. അപ്പം അങ്ങൻ്റെ മകനാവുമ്പോൾ ഞാൻ ഭഗവാന്റെ അച്ഛനാവണം, വേണ്ടേ? അതിനുള്ള ത്രാണിയുണ്ടോ? എന്നെ അച്ഛനാക്കിയിട്ട് മകനായിട്ട് ജനിക്കൂ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭേദമായിരുന്നു. മകനായിട്ട് ജനിച്ചു, എന്നിട്ടോ 1/2 മിനിറ്റ് അവിടെ ഇരുന്നില്ല, കൊട്ടയിൽ
യശോദയിൽ കൊണ്ടുപോയി, വൃന്ദാവനത്തിൽ കൊണ്ടുപോയി കിടത്തി പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവരൂ എന്നാ പറഞ്ഞ്. കാണാൻ സാധിച്ചില്ല. മടിയിൽ വയ്ക്കാനോ ഉമ്മ വയ്ക്കാനോ ഒക്കെ തേറ്റാനോ വസുദേവന് പറ്റിയിട്ടില്ല. ഇപ്പം എൻ്റെ മകൻ എല്ലാവർക്കും മോക്ഷണം വിതരണം ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അച്ഛനായതുകൊണ്ട് മകൻ്റെ മുൻപിൽ ചെന്നിരുന്ന് ചമ്പ്രം പടിഞ്ഞിരുന്ന് ഉപദേശം ചോദിക്കാൻ പറ്റുന്നില്ല. ഈ അമളി വലിയ അമളിയായിപ്പോയി, ഇത് രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരണു. നിമിചക്രവർത്തി യാഗം നടത്തുന്ന സമയത്ത് 9 യോഗിമാർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. അവർ വന്നപ്പോൾ മനസ്സിലായി. ആ വിശേഷപ്പെട്ട യാഗം അവിടെ നിർത്തി, വന്നവരെ സ്വീകരിച്ചു, കാല് കഴുകി, അവരുടെ മുൻപിൽ ദാഹത്തിനെല്ലാം കൊടുത്തതിന് ശേഷം ചമ്രം പടിഞ്ഞിരുന്നു. ആര്? നിമിചക്രവർത്തി. ഋത്വിക്കുകളും ആചാര്യന്മാരും എല്ലാവരും പിന്നാലെ സന്നിഹിതരായി. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ഭാഗവത ധർമ്മങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഏത് ധർമ്മങ്ങളാണോ ഭഗവാൻ ശ്രീഹരിയെ തൃപ്തിപ്പെടുത്തി അദ്ദേഹം സ്വന്തം ആത്മാവിനെ തന്നെ ഭക്തന്മാർക്ക് കൊടുക്കുക, ആ ധർമ്മം എനിക്ക് അറിയണം എന്ന് പറഞ്ഞാണ് 9 യോഗികൾ സംസാരിച്ചത്. ആ ധർമ്മം അതേപടിക്ക് ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം, അത് കേട്ട് അങ്ങയ്ക്ക് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞ് നാരദ മഹർഷി വസുദേവനോട് പറഞ്ഞു കൊടുത്തു. നിമിചക്രവർത്തി നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി. യദുവോ കൃഷ്ണന്റെ തന്നെ പൂർവികൻ, ഒരവധൂതൻ വഴി കൂടി നടന്നു പോകുന്ന ഒരു അവധൂത തപസ്വിയെ കണ്ടപ്പോഴാണ് ഉടനെ മനസ്സിലായി. ചെറുപ്പക്കാരൻ, നല്ല മുഖതേജസ്സുണ്ട്, എല്ലാറ്റിനും യോഗ്യതയുള്ള ഒരു മനുഷ്യൻ, ലോകത്തിൽ ഒന്നും വേണ്ട, ഒരു കീറച്ചാക്ക് മുടുത്ത് ഇങ്ങനെ നടക്കണു. ആ ആളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇദ്ദേഹം ഉപായപ്പെട്ടവനല്ല, അപൂർവനായ മഹാത്മാവാണെന്ന് വിചാരിച്ച് രഥം നിർത്തി നമസ്കരിച്ച്, എന്താണ് അങ്ങനെ ഇരിക്കണത്, അങ്ങിങ്ങനെ ഇരിക്കണത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല, പറഞ്ഞു തരണം എന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കൊടുത്ത ഉപദേശമാണ് 24 ഗുരുക്കന്മാരെന്ന് പറഞ്ഞ് കൃഷ്ണൻ തന്നെ അവരെ അംഗീകരിച്ച് ഉദ്ധവന് പറഞ്ഞു കൊടുത്തത്. ഉദ്ധവൻ കുരുക്ഷേത്രത്തിൽ വന്ന് വിഷണ്ണനായ അർജുനോ കൃഷ്ണൻ പറഞ്ഞത് കേട്ടിട്ടാണ്, കൃഷ്ണൻ പറഞ്ഞത് കേട്ട് ഗ്രഹിച്ചിട്ടാണ് മൗഢ്യം പോയി 2-3 മണിക്കൂർ കൊണ്ട് എണീട്ട് യുദ്ധം ചെയ്തത്. ഉദ്ധവനോ ദ്വാരക നശിക്കാൻ പോണു, കൃഷ്ണപരമാത്മാവ് വിട പറയാൻ പോണു, ഞാൻ തന്നെയാവൂലോ, അങ്ങ് എന്നെ കൂട്ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയാ നടക്കുക? ഒരാൾ മരിക്കുമ്പോൾ രണ്ടാമത്തെ ഒരാളെ കൂട്ടി കൊണ്ടുപോകാൻ പറ്റുമോ? നിങ്ങളുടെ കുടുംബത്തൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ടോ? കൂടെ കൊണ്ടുപോവാ, കൊണ്ടുവരുമ്പോൾ ഒരാളെ കൂടെ കൊണ്ടുവരാനും പറ്റില്ല, കൂടെ കൊണ്ടുപോകാനും പറ്റില്ല. കുറച്ചു കാലം ഇവിടെ ഇരുന്ന് ചിരിക്കാൻ കരയാം, അത്രയും നമുക്ക് പറ്റുള്ളൂ. അപ്പം അത് പറ്റില്ല. ഞാൻ പോകുന്നതിന് മുൻപ് തന്നെ ഉദ്ധവ പോയിക്കളയൂ, ഞാൻ പോയി ഇവിടെ തങ്ങുമ്പോഴാണല്ലോ വിഷമം, ഞാൻ ഇരിക്കുമ്പോൾ തന്നെ എന്നെ വിട്ടുപോകും, അപ്പോൾ വിഷമം എനിക്കാവും എന്ന് പറഞ്ഞത്. അയ്യോ, എനിക്കത് ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നായി. അപ്പോഴാണ് ഉദ്ധവൻ പറഞ്ഞത്, അയ്യോ അങ്ങ് പറഞ്ഞാൽ പറഞ്ഞ മാത്രയിൽ ഞാനത് കേൾക്കണം, ഉടനെ തന്നെ ബദരികാശ്രമത്തിലേക്ക് പോകണം, എനിക്ക് മനസ്സ് സമ്മതിക്കണില്ലല്ലോ. സോഹം മമാഹമിതി മൂഢമതിർവിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ ഭഗവത് നിഗദിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുഷാധിഭൃത്യം. ഈ ശരീരമാണ് ഞാൻ എന്നൊരു വിചാരവും ശരീരത്തിൻ്റെ ബന്ധുബാന്ധവന്മാരും അതിന് ഉപയോഗിക്കാനുള്ള സാമഗ്രികളും സൗഖ്യം എല്ലാം എൻ്റേതോന്നൊരു വിചാരവും അതിലങ്ങനെ ആണ്ട് കിടക്കണു എൻ്റെ ബുദ്ധി. ഈ ബുദ്ധിയെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് അങ്ങ് പറഞ്ഞ മാതിരി ചെയ്യാൻ എനിക്ക് സാധിക്കണമെങ്കിൽ അങ്ങ് തന്നെ വേണം ഉപദേശിച്ചു തരാൻ. ഞാൻ എന്തിനാ ഇത് എത്രയും പറഞ്ഞത്? ഭക്തി വളരണമെങ്കിൽ തത്വകഥനം ശ്രവിച്ചേ തീരൂ. തത്വകഥനം ശ്രവിക്കുന്നത് വരെ ഭക്തി വളരില്ല, അത് കൂമ്പടഞ്ഞ് കിടക്കേ ഉള്ളൂ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേ വഹി സ്വീകൃതോസി മയാനാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ശ്രീകൃഷ്ണൻ ഒന്നും ഇട്ട് ഇവിടെ പോയിട്ടില്ല. അദ്ദേഹം പറഞ്ഞ 2 കൂട്ടം കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്, അത് മാത്രമേ ഉള്ളൂ. എന്താണത്? പടക്കളത്തിൽ പെട്ടെന്ന് 2.5 മണിക്കൂറോളം അർജുനനോട് സംസാരിച്ചത്. എല്ലാ കൃത്യങ്ങളും അവസാനിപ്പിച്ച് ദ്വാരകയിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉദ്ധവൻ ആവലാതിയുമായി അടുത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് ക്ഷമയോടുകൂടി സംസാരിച്ചു. അർജുനനോട് സംസാരിച്ചത് 700 ശ്ലോകങ്ങളാണെങ്കിൽ ഉദ്ധവനോട് സംസാരിച്ചത് 1000 ശ്ലോകങ്ങളാണ്. ഇത് 2 മാത്രമേ കൃഷ്ണൻ്റെ അവശിഷ്ടമായിട്ട് ഇവിടെയുള്ളൂ. ദ്വാരക പോയി, അദ്ദേഹവും പോയി, ഒക്കെ പോയി. കൽപ്പിച്ചു കൂട്ടി കൃഷ്ണൻ അങ്ങനെ ചെയ്തതാ. തപ്പി നോക്കിയാലും ഇവർക്ക് എൻ്റെ ശരീരം കാണരുത്. എൻ്റെ ശരീരം കണ്ടിട്ടാണ് സർവത്ര അബദ്ധം ഉണ്ടായത് ഗോപികൾക്ക്. അപ്പം എൻ്റെ ശരീരമില്ലാതെ അവരെന്നെ സാക്ഷാത്കരിക്കണം എന്ന് പറഞ്ഞിട്ട്
പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. അതാണ് ആ കൃഷ്ണനാണ് പ്രത്യക്ഷ കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പം ഭക്തി വളരണമെങ്കിൽ നിങ്ങൾ എന്തു വേണം? ചോദ്യവും ഉത്തരവും അന്വേഷണവും പരിശോധനയും വിലയിരുത്തലും 1, 2, 3, 3, 2, 5, 5 5 കിഴിച്ചാൽ 0 ഇങ്ങനെയുള്ളത് കണ്ടുപിടിച്ച് ചിന്തിച്ച് മനസ്സിലാക്കണം. സർവ്വതും കിടക്കുന്നത് നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ ബുദ്ധിയിലാണ്. മനസ്സിനെ സ്വാധീനിക്കാൻ ബുദ്ധിക്ക് മാത്രമേ പറ്റൂ, വേറെ ഒന്നിനും പറ്റില്ല. നിങ്ങൾ എന്ത് തന്നെ കീഴ്താളം മറിഞ്ഞോളൂ, മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റില്ല. കരഞ്ഞുരുണ്ടു അർജുനൻ, അമ്പും വില്ലും താഴത്തു വെച്ചു. നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവ. യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇരിപ്പായി. ആ ഇരിപ്പിൽ കൃഷ്ണൻ എന്ത് ചെയ്തു? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊണ്ട് കൊക്കക്കോലയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ മുതൂത്ത് തട്ടിയിട്ടാണോ അർജുനനെ നേരെയാക്കിയത്? അല്ല, നിന്റെ ഇരിപ്പ് ശരിയല്ല എന്ന് പറഞ്ഞ് യുക്തിസഹമായി തുടങ്ങി. അശോച്യാൻ അന്വശോചസ്ത്വം. ആരെക്കുറിച്ചായി ദുഃഖിക്കുന്നത്? ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ചാണ് ദുഃഖിക്കണത് എന്ന് പറഞ്ഞ് ഒരാരോപണം, വലിയ ഒരു എക്സോർട്ടേഷനോട് കൂടിയിട്ടാണ് പുറപ്പെട്ടത്. അപ്പം ചെവി കൂർപ്പിച്ച് കേട്ടു തുടങ്ങി. ദുഃഖം പോയി, ബുദ്ധി ഉണർന്നു, ആലോചന ആരംഭിച്ചു. കൃഷ്ണൻ പറയണത് കേൾക്കണം എന്ന് തോന്നി. അടുത്തതെന്താ എന്നുള്ള വിചാരമായി. ഇതാണ് നമുക്ക് ആവശ്യം. അപ്പം തത്വപ്രവചനത്തിൻ്റെയും ആലോചനയുടെയും പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ എല്ലാവരും മിണ്ടാത്തെ? മനസ്സിലായോ? കേട്ടോളൂ. അർച്ചായാമേവ ഹരയേ പൂജാം യശ്രദ്ധയേ ഹതേ ന തദ്ഭക്തേഷു ചാന്യേഷു സ ഭക്തഃ പ്രാകൃതസ്മൃതഃ. ഭക്തി എന്ന് പറയുന്നത് പടിപ്പടിയായി മേപ്പോട്ട് പോകേണ്ടതാണ്. പ്രൈമറി ക്ലാസ് എങ്ങനെയാ? കിൻഡർ ഗാർട്ടനൊക്കെ അവിടെ തന്നെയാണോ നമ്മൾ ഇരിക്കേണ്ടത്? ഒരു കൊല്ലം അവിടെ പഠിച്ചാൽ അടുത്ത ക്ലാസ്സിലേക്ക് പോകണം. അതുമാതിരി ഭക്തി എന്ന് പറയുന്നത് തുടക്കുന്നത് എവിടെയാ? ആരാധനയിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്തിനെ ആരാധിക്കുക? ആരാധനയ്ക്ക് ഒരു പാത്രം വേണം. എന്താ ആ പാത്രം? ഒരു വിഗ്രഹം, അല്ലെങ്കിൽ ഒരു പടം, അല്ലെങ്കിൽ പത്മമിട്ട് എന്തെങ്കിലും ഒരു സാധനം അവിടെ വേണം. എന്നിട്ട് സാമഗ്രികൾ എടുത്ത് വളരെ ഭക്തിയോടുകൂടി നിങ്ങൾ സമർപ്പിക്കുക. അവിടെ സമർപ്പിക്കുന്ന ദ്രവ്യമാണോ മുഖ്യം, അതോ ആ സമർപ്പണത്തിൽ ഉള്ളടങ്ങുന്ന മനസ്സും ഭക്തിയും ഭാവവുമാണോ മുഖ്യം? ആ ഭാവം ജനിപ്പിക്കാനുള്ള ഒരു മാധ്യമം, ഒരു സഹായം എന്ന് മാത്രമേ ഈ അംഗോപാംഗങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അർച്ചായാം ഏവ ഹരയേ പൂജാം യശ്രദ്ധയേ ഹതേ. അർച്ച എന്ന് പറഞ്ഞാൽ വിഗ്രഹം. ആർക്കാണ് ഈ പൂജ? ശ്രീഹരിക്ക്. ശ്രീഹരി എന്ന് പറയുന്നത് ആരാ? പരമകല്യാണനിധിയായിരിക്കുന്ന ഹരി. സർവവ്യാപകം, എല്ലാ ദിക്കിലുമുണ്ട്, സർവാന്തരാത്മാവാണ്. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സർവഭൂതാധിവാസഃ സാക്ഷി ചേതാ കേവലോ നിർഗുണശ്ച. ഉപനിഷത്ത് അന്നേ പറഞ്ഞിട്ടുണ്ട്, എല്ലാം കൂടി ഒരു ദേവനേ ഉള്ളൂ. അദ്ദേഹം സർവവ്യാപിയാണ്, എല്ലാറ്റിൻ്റെയും സാക്ഷിയാണ്. അദ്ദേഹം ചേതസ്സാണ്. ചേത എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ്, പ്രജ്ഞയാണ്, ഉണർവാണ്. അതാണ് ശ്രീഹരി. ആ ശ്രീഹരി സർവ്വദിക്കിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു സത്താവിശേഷമാണ്, ചേതനാത്മകമാണ് ശ്രീഹരി. അങ്ങനെയുള്ള ഹരിക്കുള്ള പൂജ അർച്ചായാം ഏവ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? വിഗ്രഹത്തിൽ മാത്രം. ഒരു പൂവ് ഇങ്ങോട്ട് പോയി, അപ്പം എടുത്ത് ഇവിടെ വച്ചു. ആ വിഗ്രഹത്തിൽ മാത്രമാണ് ശ്രീഹരി. ന തദ് ഭക്തേഷു ചാന്യേഷു. എന്നാൽ ഭക്തന്മാരിലില്ല, ബാക്കി ഒരു വസ്തുക്കളിലുമില്ല. ഞാനും എൻ്റെ ഉണ്ണികൃഷ്ണൻ, ആ ബിംബവും, ഞാനും ബിംബവും. ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ ചന്തി കാണിച്ച് നടക്കും. എന്നോടൊരൊറ്റ ആളും മിണ്ടരുത്, ഞാനും എൻ്റെ ഉണ്ണികൃഷ്ണനും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് നതദ് ഭക്തേഷു. ആ കൃഷ്ണഭക്തന്മാർ ലോകത്തിൽ വളരെ വിശേഷപ്പെട്ടവരുണ്ട്. അവരെ കണ്ടാൽ നമസ്കരിക്കുക, അവരോട് 4 വാക്ക് പറയാൻ പറയുക. വസുദേവർ എങ്ങനെയാണോ നാരദ മഹർഷിയെ വിളിച്ച് സത്കഥകൾ പറയാൻ പറഞ്ഞത്, അതുപോലെ ദേവഹൂതി എങ്ങനെയാണോ തൻ്റെ മകനോട് ഉപദേശം ചോദിച്ചത്, ഉദ്ധവൻ എങ്ങനെയാണോ കൃഷ്ണനോട് ചോദിക്കുന്നത്, നവയോഗി എങ്ങനെയാണോ നവയോഗികളോട് എങ്ങനെയാണോ നിമിചക്രവർത്തി ചോദിച്ചത്, യദു ചക്രവർത്തി എങ്ങനെയാണോ അവധൂത മഹർഷിയോട് ചോദിച്ചത്, അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി മനസ്സ് നന്നാക്കാൻ പുറപ്പെടാതെ എനിക്ക് ആരും വേണ്ട, എൻ്റെ പുഷ്പവും എൻ്റെ വിഗ്രഹവും എൻ്റെ പൂജാറൂമും മാത്രം മതി. നതദ് ഭക്തേഷു ചാന്യേഷു സ ഭക്തഃ. അദ്ദേഹം ഭക്തൻ തന്നെ. പ്രാകൃത സ്മൃതഃ.
അദ്ദേഹം പ്രാകൃതനാണ്, അൺകൾച്ചേർഡാണ്. കേട്ടുവോ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയാവണോ, വിഷമാവണോ, അതോ വിജ്ഞാനം തോന്നുന്നുണ്ടോ? നതത് ഭക്തേഷു ചാന്യേഷു സ ഭക്ത പ്രാകൃതസ്മൃത. ഞാൻ നവയോഗി സംവാദത്തിൽ നിന്നുള്ള ഭാഗമാണ് പറയുന്നത്. ഇത് ഏറ്റവും താഴത്ത് ലെവലിലുള്ള ഭക്തിയാണ്, ഭക്തൻ തന്നെയാണ്, പക്ഷെ താഴത്ത്. ഇനി രണ്ടാമതോ, ഈ ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദ്വിഷസ്സുജ പ്രേമ മൈത്രീ കൃപോപേക്ഷ യഃ കരോതി സമധ്യമഃ. ആദ്യത്തെ ഭക്തി വിഗ്രഹത്തിലും പുഷ്പങ്ങളിലുമാണുള്ളത്. ആ ഭക്തിയെ അവിടുന്ന് ഉയർത്തൂ, മനസ്സിൽ പ്രതിഷ്ഠിക്കൂ. മനസ്സിൽ പ്രതിഷ്ഠിക്കുമ്പോൾ അത് എന്തായിത്തീരും? ബാഹ്യമായിരിക്കുന്ന ഒരാലംബവും ഒരു സാമഗ്രിയും അതിന് വേണ്ട. ഈശ്വരേ പ്രേമ മൈത്രീ, ഈശ്വരനോട് സ്നേഹം മാത്രം. നിങ്ങളുടെയൊക്കെ മനസ്സിൽ എങ്ങനെയാ? ഭഗവാനെ അങ്ങയെ ഞാൻ ആദരിക്കുന്നു, ആരാധിക്കുന്നു. എന്തിനു വേണ്ടി? എൻ്റെ സ്നേഹവിഷയങ്ങളൊക്കെ ഭദ്രമാവാൻ വേണ്ടി. അപ്പം ഭഗവാനോട് ചെന്ന് പറയാണ്, എന്ത്? അയൽവക്കത്തെ വീട് എനിക്ക് മേടിക്കാൻ പറ്റണേന്ന്. അത് ഭഗവാനോട് പറയാണ്, എൻ്റെ ഭഗവാനെ അങ്ങ് അനുഗ്രഹിക്കണേ, അയൽവക്കത്തെ വീട് എനിക്ക് മേടിക്കാൻ കിട്ടണേ. അപ്പോൾ ഇവിടെ അയൽവക്കത്തെ വീടോ സ്നേഹം കൂടുതൽ, അതോ ഭഗവാനോ? നിങ്ങൾ തന്നെ പറയും. ഭഗവാന്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഇന്ന കാര്യം ചെയ്തു തരണം എന്ന് പറയുമ്പോൾ ഏത് നിങ്ങൾ വേണം എന്ന് പറയുന്നു, അതിനോടല്ലേ സ്നേഹം കൂടുതൽ? എന്താ മിണ്ടാത്തേ? അപ്പൊ ഈശ്വരനോട് സ്നേഹമില്ല നമുക്ക്. ഈശ്വരനോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം നിങ്ങളുടെ മനസ്സിനെ സ്നിഗ്ധമാക്കും, അമൃത് കൊണ്ട് നിറയ്ക്കും. സ്നേഹം എന്ന് പറഞ്ഞാൽ അനുരാഗമാണ്. അനുരാഗം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മനസ്സിനെ സംതൃപ്തമാക്കുന്നതാണ് അനുരാഗം. സ്നേഹമുള്ളവർക്ക് സ്നേഹി മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. അപ്പൊ ഈശ്വരനോട് സ്നേഹം. കാശ് നിങ്ങൾക്ക് ഈശ്വരന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈശ്വരനെ സ്നേഹിച്ചാൽ മതി. ലോകം മുഴുവനും ഈശ്വരനുണ്ടെന്ന് മനസ്സിലാക്കൂ. ആ സ്നേഹം എല്ലാവരിലും ആയിത്തീരും. അഖില ജീവ വത്സലന്മാരാവും നിങ്ങൾ. ഈശ്വരേ തദധീനേഷു, ഈശ്വര ഭക്തന്മാരുണ്ട്, അവരോടാണ് നിങ്ങൾക്ക് മൈത്രി വേണ്ടത്. എന്താ ഈ മൈത്രി? അവരും നമ്മളും ഒരുപോലെയുള്ളവരാണ്. അവരെ ചെല്ലുക, അവർക്ക് തരാനുള്ളത് നമുക്ക് മേടിക്കുക, അവർക്ക് കൊടുക്കാനുള്ളത് നമ്മൾ കൊടുക്കുക. സന്യാസിമാരോ ഭക്തന്മാരോ ഒക്കെ ഇങ്ങനെ വീട് വിട്ട് നടക്കുന്നവരാവും. അവരെന്തെങ്കിലും ലോകസംഗ്രഹ പ്രവൃത്തികളിൽ ചെന്ന് പെട്ടു എന്ന് വരാം. അപ്പം അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവർക്ക് ഭക്ഷണമോ വസ്ത്രമോ ബാക്കിയുള്ളത് വേണമെങ്കിൽ കൊടുക്കുക. നമുക്കോ അറിയാത്തത് പറഞ്ഞു തന്ന് ഉപദേശം തരാൻ പറയുക. ഇവിടെയൊക്കെ നടന്ന മാതിരി അങ്ങനെ അന്യോന്യം കൊടുത്തു മേടിക്കുന്നതാണ് മൈത്രി. മൈത്രി എന്ന് പറയുന്നത് ഭക്തന്മാരോട്, മഹാത്മാക്കളോട്, തത്വജ്ഞാനികളോട്, മഹർഷിമാരോട്, തത്വോപദേഷ്ടാക്കളോട്, അവരോടാണ് മൈത്രി വേണ്ടത്. ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദ്വിഷസ്സുജ പ്രേമ മൈത്രീ കൃപോപേക്ഷ. ഇനി ബാലിശന്മാരുണ്ട് ചിലർ. ആരാ ഈ ബാലിശന്മാര്? അവരുണ്ട് വേറെ ഒരു ജോലിയില്ല, അപ്പം ഉണ്ട് ക്ഷേത്രത്തിലേക്ക് പോണു. പോയാൽ 1 മണിക്കൂർ അവിടെയാ, ഭാര്യ വരെ മുറുമുറുക്കും. ഇങ്ങനെയുണ്ടോ ഒരു ഭക്തി? എന്തെങ്കിലും ഒന്ന് പോവാ, തൊഴുത് വേഗം മടങ്ങി വരിക, പോയതറിയാതെ. ഇത് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അവിടെ ഇരുന്ന് നാരായണ ജപം ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂടിയിരിക്കുക. ഇനി നിങ്ങൾക്ക് നാരായണൻ തന്നെ മതി, ഞാൻ വേണ്ട എന്ന് വരെ കെട്ടിയവർ വരെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള ബാലിശന്മാരുണ്ടല്ലോ, അവരോട് കൃപ തോന്നുക, ദേഷ്യം തോന്നരുത്, വെറുപ്പ് തോന്നരുത്. അവരെന്ത് പറഞ്ഞാലും നാരായണ കൃഷ്ണ എന്നങ്ങനെ പറയുക. റീഭോഷനെന്നു ചിലർ ഭാഷിക്കിലും ചിലർകൾ ഈ പാപിയെന്നു പറയുന്നാകിലും മനസ്സി ആവോ നമുക്കുതിരിയായെന്നുറച്ചു തിരുനാമങ്ങൾ ചൊൽക ഹരി നാരായണായ നമഃ. ആരെന്തു പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഇളക്കം വരരുത്, ദയവേ തോന്നാൻ പാടുള്ളൂ. ദേഷ്യപ്പെടരുത്, പല്ല് കടിക്കരുത്. ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദ്വിഷസ്സുജ. നമ്മളെ വെറുക്കുന്നവരും ശത്രുക്കളുമായി കുറേ ആൾക്കാരുണ്ടാവും. അവരോട് നമ്മൾക്കുള്ള മനോഭാവം എന്താ? ഉപേക്ഷ. അവരെ അങ്ങോട്ട് ഉപേക്ഷിച്ച് കളയുക, സന്യസിക്കുക, അവരെ വിടുക. ഇങ്ങനെ 4 വിധത്തിലുള്ള ഭാവങ്ങൾ സ്ഥിരം മനസ്സിൽ നിലനിർത്തുമ്പോൾ രണ്ടാമത്തെ ലെവലായി ഈ ഭക്തി, മധ്യമ ഭക്തി. കേട്ടുവോ? നല്ല പോലെ കേൾക്കുന്നുണ്ടോ? ഗ്രഹിക്കുന്നുണ്ടോ? ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദ്വിഷസ്സുജ പ്രേമ മൈത്രീ കൃപോപേക്ഷ യഃ കരോതി സമധ്യമഃ. അവിടെ പുഷ്പങ്ങളില്ല, വിഗ്രഹമില്ല. പുഷ്പങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ ഉള്ളപ്പോൾ എന്താ? അത് പൂജാ റൂമിലാണ്, അത് തുറന്നാലേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പൂട്ടി. ഭഗവാനോട് വരെ പറയുകയാണ്, നീ ഞാൻ തുറക്കുന്നവരെ എൻ്റെ കൂടെ വരരുതെന്ന്. നമുക്കിഷ്ടമുള്ളത് ചെയ്യണമല്ലോ.
അപ്പം അങ്ങനെയല്ല, ഇത് എപ്പോഴും മനസ്സിൽ 4 ഭാവങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എപ്പോഴും ഈ പൂജ അരമണിക്കൂർ പൂജ 6 മണിക്കൂർ 24 മണിക്കൂർ വരെ നീട്ടിക്കൊണ്ടുപോകാൻ വിരോധമില്ല. ഇത് 2ാമത്തെ ലെവൽ ഭക്തിയാണ്. ഇനി ഉത്തമ ഭക്തി എന്താ? പ്രകൃതങ്ങളൊക്കെ മാറും ഉത്തമ ഭക്തിയിൽ. എന്താണ് ആ ഭക്തി? വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരിരവശോഭിഹിതോപ്യഘൗഘനാശ പ്രണയരശനയാ ധൃതാംഘ്രിപദ്മഃ സഭവതി ഭാഗവത പ്രധാന ഉക്തഃ. 2-3 ശ്ലോകങ്ങളായി ഇത് പറയുന്നുണ്ട്. അതിൽ ഒരെണ്ണേ ഞാനിവിടെ പറയുന്നുള്ളൂ. നിങ്ങൾ ഒരിക്കലും ഈശ്വരനെ പേടിക്കരുത്, പേടിക്കരുത്. ഈശ്വരനെ സ്നേഹിക്കൂ, സ്നേഹിക്കൂ. ഈശ്വരനുമായി സംവദിക്കൂ, സംസാരിക്കൂ. പറയാനുള്ളത് എവിടെ വെച്ച് വേണമെങ്കിൽ പറയൂ. ബാത്റൂമിൽ, കിടക്കുമ്പോൾ, ടോയ്ലറ്റിൽ, അടുക്കളയിൽ, യാത്ര ചെയ്യുമ്പോൾ സംസാരിച്ചോളൂ, സംസാരിച്ചോളൂ. മനസ്സിൽ ദേഷ്യമുണ്ടെങ്കിൽ അത്, സ്നേഹമുണ്ടെങ്കിൽ അത്, വെറുപ്പുണ്ടെങ്കിൽ അത്, വിദ്വേഷമുണ്ടെങ്കിൽ അത്, എന്തോ അത് മുഴുവനും പ്രകടമാക്കി പ്രകടമാക്കി പ്രകടമാക്കി. ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഒരു ദേഷ്യ സഹസ്രനാമം ഉണ്ടാക്കണമെന്ന്. എന്താ വെച്ചാൽ മനുഷ്യർ ബാക്കിയുള്ളവരോടാണ് ദേഷ്യപ്പെടുന്നത്. നിങ്ങളുടെ ദേഷ്യം മുഴുവൻ ഭഗവാന്റെ മേലിൽ ചൊരിഞ്ഞ് ബാക്കിയുള്ളവരോട് നല്ല വാക്ക് പറയാറാവട്ടെ നിങ്ങൾക്ക്. അപ്പം എന്തുണ്ടെങ്കിലും പറയാം. എന്തു വേണം? ഭഗവാനെ സ്നേഹിക്കണം. ആ സ്നേഹിച്ചിട്ട് എന്തു വേണം? വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരിരവശാഭിഹിതോപ്യഘൗഘനാശ പ്രണയരശനയാ ധൃതാംഘ്രിപദ്മഃ. പ്രണയം, പ്രണയം എന്ന് പറഞ്ഞാൽ സ്നേഹം. അത് എവിടുന്നാ പുറപ്പെടുക? എവിടെയാ അത്? കടയിൽ മേടിക്കാൻ കിട്ടുമോ? പുഷ്പത്തിലുണ്ടോ? ശംഖിലുണ്ടോ? ഉദ്ധരണിയിലുണ്ടോ? പ്രണയം, സ്നേഹം എന്ന് പറയുന്നത് മനസ്സിൽ മാത്രമാണ്. ആ മനസ്സിൽ ഈശ്വരനോട് സ്നേഹം തോന്നണമെന്ന് പറഞ്ഞുല്ലോ. ആ സ്നേഹത്തിന് നിങ്ങൾ ഒരു കയറാക്കി തീർക്കൂ. പ്രണയരശനയാ, അതിനെ ഒരു കയറാക്കി തീർത്ത് ഭഗവാന്റെ കാലുകളെ നന്നായി വരിഞ്ഞങ്ങോട്ട് കെട്ടുക. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ലയെന്നാ എനിക്ക് തോന്നുന്നത്. പ്രണയരശനയാ ധൃതാംഘ്രിപദ്മഃ. കെട്ടി അങ്ങോട്ട് ഇടണത്രേ. അരയിൽ കെട്ടരുത്. അതാണ് യശോദ ചെയ്തത്. സുഖമായിട്ട് നടന്നു, 2 മരങ്ങളെ വരെ പുഴക്കി തള്ളി. അപ്പം നിങ്ങൾ കെട്ടുന്നത് എപ്പോഴും കാലടിയിലായിരിക്കണം കെട്ടുക. അത് വരിഞ്ഞങ്ങോട്ട് കെട്ടിയാൽ വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരിരവശാഭിഹിതോപ്യഘൗഘനാശ. ഈ ഹരി എങ്ങനത്തതാ? അവശനായിട്ട് പോലും, ഇത്ര കാലം നാം സ്മരിച്ചില്ല, ഓർത്തില്ല എന്നുണ്ടെങ്കിലും അവശനായിട്ട് പോലും നാം ഈശ്വരൻ്റെ നാമങ്ങൾ ഭഗവാനെ, കൃഷ്ണ, ഹരേ, മുകുന്ദ എന്നിങ്ങനെ പറഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള പാപങ്ങളെയും കംപ്ലീറ്റായി തുടച്ചു മാറ്റുന്നതാണ് ഈ ഈശ്വരൻ മഹാവിഷ്ണു, പരമകല്യാണനിധിയായിരിക്കുന്ന ഹരി. ആ ഹരി പ്രണയരശന കൊണ്ട് ഏത് ഭക്തനാണോ കാലുകളെ വരിഞ്ഞ് കെട്ടി, ആ കെട്ടിയതിനാൽ ഹൃദയം വിട്ടുപോകാൻ പറ്റാതെ അവശനായി അവിടെ കിടക്കുന്നത്, ആ ഭക്തനാണ് ഉത്തമൻ. കേട്ടോ നിങ്ങൾ? കേട്ടു? പോരാ, ഗ്രഹിക്കണം, ഗ്രഹിക്കണം. ഈ നിമിഷം മുതൽക്ക് നിങ്ങൾക്കും ഭഗവാനും തമ്മിൽ പൂജ്യമായിരിക്കണം ദൂരം. പൂജ്യം നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴുമുണ്ട്. കെട്ടിയിടാനുള്ള സ്വാതന്ത്ര്യമിതാ. മനുഷ്യ ഹൃദയത്തിൽ നിന്ന് മാത്രമേ ഈശ്വരാഭിമുഖമായിരിക്കുന്ന സ്നേഹം നിർഗളിക്കൂ. മൃഗങ്ങളുടെ ഉള്ളിൽ നിന്ന് വരില്ല, പക്ഷിയുടെ ഉള്ളിൽ നിന്ന് വരില്ല. നമുക്ക് മാത്രമേ ഈശ്വരൻ എന്നൊരു സങ്കല്പമോ ഒരാശയമോ ആ ഈശ്വരനെ തേടാനും അറിയാനും ആശ്രയിക്കാനും എന്നുള്ള ബുദ്ധിയൊക്കെ നമുക്ക് നമുക്ക് ഉണ്ടാവുള്ളൂ. പ്രണയരശനയാ ധൃതാംഘ്രിപദ്മഃ വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരി. ഹരിഹി, സാക്ഷാത്തായ ഹരി ആരുടെ ഹൃദയത്തെയാണോ വിടാതെ ഇരിക്കുന്നത്, പ്രണയരശന കൊണ്ട് കെട്ടിയിട്ടു എന്നുള്ള കാരണത്താൽ ആ ഭക്തനാണ് സഭവതി ഭാഗവത പ്രധാന ഉക്തഃ. ഭാഗവതന്മാരിൽ, ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും പ്രധാനി ആ ഭക്തനാണെന്ന്. നിങ്ങൾക്കിതിന് എന്താ വിഷമം? ഒന്ന് പറയും. എന്താ മിണ്ടാത്തെ? ഭഗവാന്റെ കാല് നിങ്ങളുടെ സ്നേഹക്കയറ് കൊണ്ട് കെട്ടിയിടാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമുണ്ടോന്ന്? പേടിയുണ്ടോ? വേണോ? എപ്പോ? സദ്യോ ഹൃദി അവരുദ്ധ്യതേ അത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്.
ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥം വേണ്ടതുപോലെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നവരുണ്ടല്ലോ, നല്ല മനുഷ്യർ, അവർക്ക് പെട്ടെന്ന് തന്നെ ഈശ്വരനെ അവനവൻ്റെ ഹൃദയത്തിൽ അവരോധിക്കാമെന്ന്. അപ്പം അവരോധിക്കാനുള്ള വഴി മനസ്സിലായോ? അവരോധിക്കോ അതോ അവരോധിച്ചു കഴിഞ്ഞോ? ഉള്ളു തുറന്നു പറയണമെന്നാ പറയുന്നത്. ധർമ്മപ്രോജ്ജിത, തൊലി ഉരിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഭഗവാനെ പേടിക്കരുത്, അരുത്. തള്ളിയാലും പോകാത്തവനാണ് ഭഗവാൻ. ഞാൻ ഈശ്വരനോട് പറയും, അങ്ങ് സാധിക്കുമെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു കിടക്കൂന്ന്. അങ്ങയ്ക്ക് സാധിക്കുമെങ്കിൽ അങ്ങയുടെ സാമ്രാജ്യത്തിൽ നിന്ന് എന്നെ നാട് കടത്തൂന്ന്. ഈ 2 ചോദ്യത്തിനും ഭഗവാൻ മിണ്ടിയിട്ടില്ല അതുവരെ. സാധിക്കില്ല അദ്ദേഹത്തിന്. ആ മാതിരിയുള്ള കോൺഫിഡൻസ് യു മസ്റ്റ് ഹാവ്. ഗോഡ് ഈസ് നോട്ട് ടു ബി അഫ്രൈഡ് ഓഫ്. ഹി ഈസ് സംബഡി വെരി എൻഡിയറിംഗ്. ലവ് ഹിം from the core of your heart. Install him in your very heart and move about like air and space in this world. This is what you have to do. ശ്രീമദ് ഭാഗവതം നമുക്ക് നൽകുന്ന വാഗ്ദാനമാണിത്, പ്രഖ്യാപനമാണിത്, സ്വാതന്ത്ര്യമാണിത്, കൺഫർമേഷനാണിത്. ഭഗവാൻ പേടിക്കേണ്ടവനല്ല. പേടിക്കാൻ ഇവരെ പല ആൾക്കാരുമുണ്ട്, വീട്ടുകാരടക്കം. ആ ലിസ്റ്റിൽ ഈശ്വരനെയും ചേർക്കണ്ട. ഇതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ എളുപ്പവഴിയുണ്ട്. എളുപ്പവഴി എന്ന് പറഞ്ഞാൽ എന്താ? പ്രഹ്ലാദൻ 7 വയസ്സായ കുട്ടി. ആചാര്യന്മാര് മൂത്രശങ്കയ്ക്കും മറ്റുമായി പോയപ്പോഴാണ് പ്രഹ്ലാദന് കുറച്ച് സമയം കിട്ടിയത്. അപ്പൊ കുട്ടികളെ എല്ലാവരെയും വിളിച്ചിരുന്നു. വര്യൻ വന്ന്. ആചാര്യന്മാരുണ്ടല്ലോ, നല്ല കാര്യം പറഞ്ഞു തരണില്ല. അച്ഛൻ്റെ നിർബന്ധത്തിലായിരിക്കാം ഒരു പക്ഷേ. നമ്മൾ എന്തറിയണോ അത് പറഞ്ഞു തരണില്ല. നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കും, ഞാൻ അവർ പറയാൻ വിട്ടുപോയത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വന്ന് 4 ഭാഗത്തിരുന്നു, ചെവി കൂർപ്പിച്ചിരുന്നു. അപ്പം അദ്ദേഹത്തിനോട് പറയുക, ആദ്യമായിട്ട് കുട്ടികളോട് പറഞ്ഞതെന്താ? കൗമാരാചരേത് പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ. ചെറുപ്പകാലം മുതൽക്ക് തന്നെ ഭാഗവത ധർമ്മങ്ങൾ പരിശീലിക്കാൻ തുടങ്ങണം എന്ന്. എന്ത് പരിശീലിക്കാൻ തുടങ്ങണം എന്ന് പറഞ്ഞാൽ പരിശീലിപ്പിക്കണം കുട്ടികളെ തന്നെ. നിങ്ങൾ എത്ര ആൾ ശീലിപ്പിക്കുന്നുണ്ട്? ബോംബെയിൽ വന്നിട്ടുണ്ട്. എല്ലാം വന്നിരിക്കണത് പണത്തിനാണ്. ഇവിടുന്ന് ചിലർ അമേരിക്കയിലേക്ക് പോണു. എന്താ? പണത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടാണത്. ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് ആരാ? മുതിർന്നവരാണ്. ചെറുപ്പത്തിൽ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും. ഒരു വിളക്ക് കൊളുത്തി വയ്ക്കിൻ, 2 പൂവെടുത്തിടൂ, 4 സ്തോത്രങ്ങൾ ചൊല്ലൂ, കുട്ടികളോട് വന്നിരിക്കാൻ പറയൂ, ഇവിടെ വന്ന് ഇരുന്നാലേ വൈകുന്നേരം ഊണ് കിട്ടുള്ളൂ എന്ന് പറയൂ. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരു സംസ്കാര പൈതൃക ക്ലാസ് നടത്തുന്നുണ്ട്. ഞങ്ങളെല്ലാം നടത്തുന്നത് അധ്യാപികമാരാണ്. 200 കുട്ടികളുണ്ട്. ഇപ്പോൾ ഞായറാഴ്ച 9 മണിക്കാണ് വരേണ്ടത്, 8 മണിക്കേ വരും അവർ. എന്തൊരു ഇഷ്ടം! സംസ്കൃത ശ്ലോകങ്ങളൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പം കുട്ടികളെ പഠിപ്പിക്കൂ, പരിശീലിപ്പിക്കൂ എന്ന് പറയുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പലതും അദ്ദേഹം പറയുന്നുണ്ട്. ആര്? പ്രഹ്ലാദൻ, 7 വയസ്സായ കുട്ടി. ആ പ്രഹ്ലാദൻ ഉപായപ്പെട്ട ആളാണോ? അല്ല. എന്നെ ധിക്കരിക്കാൻ മാത്രമുള്ള ശക്തി നിനക്ക് എവിടെ നിന്നാടാ എന്ന് ചോദിച്ചു. ആര്? അച്ഛൻ. അപ്പോൾ ആ കുട്ടി ഒരനക്കവുമില്ലാതെ പറയുക, എനിക്ക് മാത്രമല്ല എൻ്റെ പൊന്നച്ഛ, ഇന്ദ്രനും ചന്ദ്രനും ദിക്പാലന്മാർക്കും അങ്ങയ്ക്കും കൂടിയുള്ള ശക്തി ഒന്നേ ഉള്ളൂ, ശ്രീ ഹരി. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ആളിക്കത്തി ഹിരണ്യകശിപുവിന്. ശ്രീ ഹരി, എൻ്റെ എനിമി നമ്പർ 1. ആ ആളെ പിടിച്ച് ആണയിടുകയാണ് എൻ്റെ മകൻ. ഇതിലേറെ വൈരുദ്ധ്യം എന്തുണ്ട്? ഇനി ഇവിടെ നിർത്തിക്കൂടാ, ഇവൻ്റെ കഴുത്തങ്ങട് വെട്ടിക്കളയാം എന്നുള്ള ഉറപ്പോട് കൂടി ചോദിക്കുകയാണ്, എവിടെയാടാ നിന്റെ ഹരി? എല്ലാ ദിക്കിലും ഉണ്ട് എന്ന് മറുപടി. എന്നാൽ ഈ തൂണലുണ്ടോ? ഉവ്വ് എന്നാ പറഞ്ഞത്. 70 വയസ്സായ നിങ്ങളാരെങ്കിലും പറയൂ? വാളാണ് കയ്യിൽ, മീശ മുറുക്കിക്കൊണ്ടാ ചോദിക്കുന്നത്, എവിടെയാടാ ഹരി? എല്ലാ ദിക്കിലുമുണ്ട്. എന്നാൽ ഈ തൂണിലുണ്ടോ? ഉവ്വ് എന്നാ പറഞ്ഞത്. നിവൃത്തിയില്ല ഹരിക്ക്. സത്യം വിധാതും നിജഭൃത്യഭാഷിതം, സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മനഃ
അദൃശ്യത അത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. ആ ചെറിയ കുട്ടി പറഞ്ഞു പോയില്ലേ? പറഞ്ഞില്ലേ ആ കുട്ടി? ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉണ്ട്, എന്നാൽ തൂണിലില്ലേ ഉവ്വ് എന്ന് പറഞ്ഞുല്ലോ. സത്യം വിധാതും. കേൾക്കുന്നുണ്ടോ നിങ്ങള്? കാത് കടം മേടിച്ച് കേൾക്കേൻ. സത്യം വിധാതും നിജഭൃത്യഭാഷിതം തൻ ഭൃത്യനിൻ ചൊല്ല് സമർത്ഥമാക്കാൻ. തൻ്റെ ഭൃത്യൻ പറഞ്ഞു പോയല്ലോ, ആ വാക്കിനെ സത്യമാക്കണം. മാത്രമല്ല വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മനഃ, ഞാൻ എല്ലാ ദിക്കിലും അന്തരാത്മാവായി പ്രകാശിക്കുന്നു എന്നുള്ള സത്യം വെളിപ്പെടുത്തും വേണം. ഇത് രണ്ടും കൂടി നടത്താൻ വേണ്ടി എന്തു ചെയ്തു? അദൃശ്യത കാണപ്പെട്ടു, അത്യദ്ഭുത രൂപമുദ്വഹൻ, അതേവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത വിശേഷപ്പെട്ട രൂപം കണ്ടുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് പുറത്താ ചാടി. സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. ആ സ്തംഭത്തിൽ പെട്ടെന്ന് എല്ലാവരും കാണാച്ചൊല്ലിയ ഉണ്ടായത്. അത് മൃഗവുമല്ല മനുഷ്യനുമല്ല. ആ പ്രഹ്ലാദൻ ഉപദേശിക്കുകയാണ്. അപ്പം ആ ഉപദേശത്തിൽ എത്രത്തോളം താദാത്മ്യമുണ്ട് എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി യദാതിഹർഷോത്പുളകാശ്രുഗദ്ഗദം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി യദാഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസത്യാക്രന്ദതേ ധ്യായതി വന്ദതേ ജനം മുഹുശ്വസൻ വക്തി ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർഗതത്രപഃ തദാ പുമാൻ മുക്ത സമസ്തബന്ധന തദ്ഭാവഭാവാനുകൃതാശയാകൃതിഃ നിർദഗ്ധ ബീജാനുശയോ മഹീയസ ഭക്തിപ്രയോഗേണ സമേത്യധോക്ഷജം അധോക്ഷജാലംഭമിഹാശുഭാത്മനഃ ശരീരിണഃ സംസൃതി ചക്രശാദനം തദ്ബ്രഹ്മ നിർവാണസുഖം വിദുർബുധാഃ തസ്മാത് തദോ ഭജധ്വം ഹൃദയേ ഹൃദീശ്വരം. കഴിഞ്ഞു. ഈ 4 ശ്ലോകത്തിൽ നിങ്ങൾക്ക് അറിയാനുള്ളത് മുഴുവൻ ആ 7 വയസ്സായ പൊന്നുകുട്ടി പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു. ഈ 4 ശ്ലോകം നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കൂ. അത് അടുക്കളയിൽ തൂക്കൂ, കിടപ്പുമുറിയിലും തൂക്കൂ, വരാന്തയിലും തൂക്കിയിടൂ. ഇടയ്ക്കിടയ്ക്ക് നോക്കി അതങ്ങോട്ട് പഠിക്കൂ. ഇത് 4 എണ്ണം മതി. വലിയ ഒരു സമ്പത്താണത്. ഭക്തി വളരാനും അത് സാഫല്യമണിയാനും പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി യദാതിഹർഷോ പുളകാശ്രു ഗദ്ഗദം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി. ഈശ്വര ഭജനം, ഭക്തി അഭ്യാസം ഒരിക്കലും നിങ്ങൾ മിണ്ടരുത്. ഇത് വളരെ കഷ്ടപ്പാടാണെന്ന്. ഇതിന് പുറത്തേക്ക് പോകണം, പർവ്വതത്തിൻ്റെ മുകളിൽ ചവിട്ടിക്കയറണം. മിണ്ടരുത്. അതൊന്നുമല്ല നമുക്ക് ആവശ്യം. നിശമ്യ കേട്ടിട്ട് കർമാണി ഗുണാനതുല്യാൻ. ഈശ്വരൻ അവതാര രൂപത്തിൽ പലതും ചെയ്തിട്ടുണ്ട്. മോഹിനിയായി, ഹിരണ്യകശിപുവായി, ഹിരണ്യാക്ഷൻ, ഇങ്ങനെ കൊല്ലാനും പലതും നടത്തുന്നുണ്ടല്ലോ. മത്സ്യം, കൂർമ്മം, വരാഹം, പലതരത്തിലുള്ള അവതാരങ്ങളുണ്ട്. അങ്ങനെ എല്ലാറ്റിലുമായി പലതരത്തിലുള്ള നിസ്തുലമായ പ്രവൃത്തികൾ. വിശേഷപ്പെട്ടത് പരാക്രമം വേണ്ടയിടത്ത് പരാക്രമം, വ്യാമോഹിപ്പിക്കേണ്ടയിടത്ത് വ്യാമോഹിപ്പിക്കൽ, സൗന്ദര്യം വേണ്ടയിടത്ത്, അങ്ങനെ പലതുമായിട്ട് പലതും ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള കർമ്മങ്ങൾ നിശമ്യ. ആദ്യം നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല, കേൾക്കെങ്കിലും ചെയ്യൂ. ശ്രീമദ് ഭാഗവതം, പ്രത്യേകിച്ചും ഭഗവത് കഥകൾ, ഈശ്വരഗാഥകൾ ധാരാളം വിശേഷപ്പെട്ട വൈവിധ്യ ബഹുലമായിരിക്കുന്ന കഥകൾ അവതരിപ്പിക്കുന്നതാണ്. അത് വേണ്ടതുപോലെ അവതരിപ്പിക്കുന്ന സമയത്ത് അത് നല്ലോണം കേൾക്കൂ. നിശമ്യ, കേൾക്കെങ്കിലും ചെയ്യൂ. വീട്ടുകാര്യങ്ങളൊക്കെ നേരത്തെ അവസാനിപ്പിച്ച് ആ കഥ കേൾക്കണം എന്ന് പറഞ്ഞു വരണം. അതെ, ഇന്ന് വരാൻ പറ്റില്ല, ക്രിക്കറ്റ് മാച്ച് ഉണ്ട്. അതെന്താ? അത് എനിക്ക് മനസ്സിലാവണില്ല. ഇന്നൊരു സീരിയലുണ്ട് സ്വാമിജി, അത് പറ്റില്ല. എന്ത് ഭക്തിയാ അത്?
നിശമ്യ കർമാണി ഗുണാനതുല്യാൻ. നിങ്ങളുടെ കുടുംബത്ത് പലരും ജനിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ അച്ഛൻ, മുത്തച്ഛൻ്റെ മുത്തച്ഛനൊക്കെ ഉണ്ട്. ആരുടെങ്കിലും കഥ എഴുതി വെച്ച് വായിച്ചാൽ വല്ലവരും കേൾക്കാൻ വരുമോ? എന്നും മിണ്ടാതെ. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്തുതിക്കുന്നുണ്ടല്ലോ, ഒരു ചരിത്രം എഴുതൂ, എന്നിട്ട് പുസ്തകം അടിക്കാൻ പറയൂ. ആരെങ്കിലും അടിക്കുമോ എന്ന് ചോദിക്കട്ടെ. ഒരാളും പബ്ലിഷ് ചെയ്യാനുണ്ടാവില്ല. നേരെ മറിച്ച് ഈ ഭാഗവതം എഴുതിയതെന്ന ഇന്ന് നമ്മുടെ മുൻപിലുള്ള ഭാഗവതം 1400 കൊല്ലം മുമ്പ് എഴുതിയതാണ് തെക്കേ ഇന്ത്യയിൽ. ഇന്നേ വരെ അതിന് എത്ര കോപ്പികളും എത്ര പ്രസിദ്ധീകരണങ്ങളും എത്ര പേരുമാണത് വായിക്കുന്നത്. അതിലുള്ള ഒരു ഹ്രസ്വം ദീർഘമാകാതെ, ദീർഘം ഹ്രസ്വമാകാതെ, ഒരു പദം മാറ്റാതെ അതേപടിക്ക് ഉരുവിട്ട് സ്വാദു സ്വാദു പദേ പദേ സ്വാദു സ്വാദു ദിനേ ദിനേ. ഓരോ ദിവസം ചെല്ലും തോറും അതിന് സ്വാദ് കൂടുതലാണ്, രുചി കൂടുതലാണ്. അങ്ങനെയാണ് അതിൻ്റെ നില. അങ്ങനെയുള്ള വിശേഷപ്പെട്ട ഭാഗവതം അതിൽ അവതരിപ്പിക്കുന്നതായ ഈശ്വരീയ ഗുണങ്ങൾ, മൂല്യങ്ങൾ, മഹാത്മ്യങ്ങൾ, പരാക്രമങ്ങൾ, സാഹസങ്ങൾ, എളിമ, മഹിമ എല്ലാം ഉണ്ടതിൽ. കർമാണി ഗുണാനതുല്യാൻ വീര്യാണി, വീര്യപരാക്രമങ്ങൾ, ലീലാതനുഭികൃതാനി. ഈശ്വരൻ ഒരു ലീല പോലെയാണ് അവതരിപ്പിക്കുന്നത്. ദന്തഭക്തറിനോടുകൂടി യുദ്ധം ചെയ്തപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. ദന്തഭക്തറിനോടുകൂടി യുദ്ധം ചെയ്തപ്പോൾ ദന്തഭക്തരൻ പല്ലും കടിച്ച് കൃഷ്ണനെ ധിക്കരിച്ച് ഭർസിക്കുകയാണ്. ആ ഭർസനമൊക്കെ കേട്ട് വലിയ ഒരു ഗത കൊണ്ടൊരു ഒറ്റ ഇടിയിടിച്ചു. കൃഷ്ണൻ്റെ തലയിലാണ് ഇടിച്ചത്. അത് കൊണ്ടുപോവാം. എന്നാ ശത്രുവിനും കൊടുക്കണമല്ലോ ഒരു സ്ഥാനം. അങ്ങനെ കണ്ണുകൊണ്ട് നോക്കി അങ്ങോട്ട് കത്തിച്ച് കളഞ്ഞിട്ട് കാര്യമില്ല. ശത്രുവിനും ശത്രു പ്രകടനത്തിൻ്റെ ഒരു സന്ദർഭം കൊടുക്കാനുണ്ട്. ഹിരണ്യകശിപുവായിട്ട് യുദ്ധം ചെയ്തപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടന്നത്? പെട്ടെന്നൊന്നും കൊന്നില്ല. ഹിരണ്യകശിപുവിൻ്റെ കയ്യിൽ വാളുണ്ട്, പരിചയുണ്ട്, ശൂലമുണ്ട്, കത്തിയുണ്ട്, കഠാരിയുണ്ട്, ഒക്കെയുണ്ട്. നരസിംഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട്? നഖവും പല്ലും മാത്രമേ ഉള്ളൂ. ആ നഖം കൊണ്ടും പല്ലുകൊണ്ടും വാളിനെയും കുന്തത്തെയും കോലിനെയും എല്ലാം നേരിട്ട് പ്രതിരോധിച്ച് വേണ്ടത്ര കൊടുത്തതിന് ശേഷമാണ് പിടിച്ച് വലിച്ച് തൊടയിൽ വച്ച് വയറ് പൊളിച്ച് കൊടലുമാല വലിച്ചെടുത്ത് കഴുത്തിലിട്ട് സിംഹാസനത്തിൽ ചെന്നിരുന്ന് നെടുവീർപ്പിട്ടത്. ഇങ്ങടും കുറെ മേടിക്കുകയൊക്കെ ചെയ്തു, വിട്ടൊന്നുമില്ല. അങ്ങനെ വീര്യാണി ലീലാതനുഭികൃതാനി ഒക്കെ ഒരു ലീലയായിട്ട് ചെയ്യുന്നതാണ് ഈ പ്രവൃത്തികൾ മുഴുവനും. അതൊക്കെ കേട്ട് കേട്ട് യഥാതിഹർഷോത്പുളകാശുഗദ്ഗതം. അത് ആദ്യം കേൾക്കാൻ പെട്ടെന്ന് രുചി തോന്നിയെന്ന് വരില്ല. അയ്യേ, ഇതൊരു ഭോഷ്കാണ്, ഇത് ശരിയല്ല, ഒരു ജോലിയും ഇല്ലാത്തവരെ അവിടെ ചെന്ന് ഇരിക്കുള്ളൂ എന്നൊക്കെ പറയുന്ന ആൾക്കാർ കുറച്ച് കഴിഞ്ഞത് കേട്ട് കഴിഞ്ഞാലോ രുചിയായി, സന്തോഷമായി, പിന്നെയും കേൾക്കണം എന്ന് തോന്നുകയായി. മാത്രമല്ല യഥാതിഹർഷോത്പുളകാശുഗദ്ഗതം, അത് കേൾക്കുന്ന സമയത്ത് അതിഹർഷം, ശരീരത്തിൽ മുഴുവൻ പുളകം, രോമാഞ്ചം, ഗദ്ഗതം, തൊണ്ടയിടറും. പുളകാശുഗദ്ഗതം പ്രോത്കണ്ഠ. അപ്പോഴാണ് ഞാൻ നിങ്ങളോട് ജപിക്കാൻ പറഞ്ഞില്ലേ, ഓം എന്ന് പറഞ്ഞ് കുറേയൊക്കെ ആൾക്കാർ ജപിച്ചു. അതുമാതിരി പ്രോത്കണ്ഠ, വായ തുറന്ന് കൃഷ്ണ നാരായണ എന്നൊക്കെ വായ തുറന്ന് നമുക്ക് പുറത്തു വരിക. അതുവരെ നാരായണ ആരെങ്കിലും കാണുന്നുണ്ടോ? അതൊക്കെ അങ്ങോട്ട് പോവും, മനസ്സിന്ന് അങ്ങോട്ട് പോവായി. പ്രോത്കണ്ഠ ഉദ്ഗായതി, ഉറക്കെ പാടുന്നു. രൗതി, ചിലപ്പോൾ ഭാഗവതത്തിലുള്ള രംഗങ്ങൾ പലതും വരുന്ന സമയത്ത് ആ കൃഷ്ണൻ്റെ തലയിൽ ഒരു അടിയടിച്ചു എന്ന് കൊണ്ടപ്പോൾ എനിക്ക് തന്നെ ഒന്ന് കുലുങ്ങി. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക ആ സമയത്ത്. അപ്പം നമുക്കും കരയണം തോന്നും ചില സമയത്ത്. രൗതി നൃത്യതി, എണീറ്റ് ചില സമയത്ത് നൃത്തം ചെയ്യുക, അങ്ങനെയൊക്കെ തോന്നും. നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി യഥാതിഹർഷോത്പുളകാശുഗദ്ഗതം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി. യഥാഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസതി ആക്രന്ദതേ ധ്യായതി വന്ദതേ ജനം. യഥാ, എപ്പോഴാണോ ഇതൊക്കെ കേട്ട് ഭക്തി ഉള്ളിൽ പ്രവേശിച്ച് ആ ഭക്തി തരളിതരായി, ഈ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ വെറും പുരാണ സംഭവമല്ല, നാം കേൾക്കുന്ന സമയത്ത് അത് കറൻ്റായി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഭാഗവതം എന്നോ എഴുതിയതാവട്ടെ,
നാം കേൾക്കുന്ന സമയത്ത് വർത്തമാനകാലത്തിൽ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഹൃദയത്തെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്യാപാരമോ വ്യവഹാരമോ സമ്പർക്കമോ ആണ് അത്. ആധുനികമാണ്, കറണ്ടാണ്, താത്കാലികമാണ്, ഈ കാലത്ത് നടക്കുന്നതാ. അങ്ങനെ അങ്ങോട്ട് ആയിത്തീരും. യഥാഗ്രഹഗ്രസ്തൈവ ക്വചിത്, ഒരു ഗ്രഹം വന്ന് പിടിച്ചതുപോലെ, ബ്രഹ്മരക്ഷസ് പിടിച്ചതുപോലെ എന്ന് ചോളൂ, പിടിക്കില്ല കേട്ടോ. യഥാഗ്രഹഗ്രസ്തൈവ, അതുപോലെ ക്വചിത് അസത്യാക്രന്ദതേ ധ്യായതി വന്ദതേ ജനം, പൊട്ടി അങ്ങോട്ട് ചിരിക്കും അത്രേ. ആക്രന്ദതേ, ചിലപ്പോൾ നിലവിളിക്കുകയും ചെയ്യും. ധ്യായതി, ചിലപ്പോൾ കണ്ണടച്ചിങ്ങനെ ഇരിക്കും, ഒരാളോടും ഒന്നും മിണ്ടാതെ. വന്ദതേ ജനം, ആരെങ്കിലും വന്നാൽ ഭഗവാനാണ് വന്നത് എന്ന് തോന്നി നമസ്കരിക്കുക, പൂജിക്കുക, അങ്ങനെയാവാം. ഇതൊക്കെ ഭക്തിയുടെ ലക്ഷണങ്ങളും ചിഹ്നങ്ങളുമാണ്. മുഹുശ്വസൻ, മുഹുഹു ദീർഘശ്വാസം വരും. മുഹുശ്വസൻ ഭക്തി പറയുന്നു. ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർ ഗതത്രപഃ, അങ്ങനെ ദീർഘശ്വാസത്തോടുകൂടി ഹരേ ജഗത്പദേ നാരായണ, ഹരേ ജഗത്പദേ നാരായണ, ഹരേ ജഗത്പദേ നാരായണ, ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർ ഗതത്രപഃ. എല്ലാ വിധത്തിലുള്ള പേടിയും ലജ്ജയും ലോകഗണനകളും എല്ലാം വിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങുന്നു അത്രേ. ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിഹി. ഇങ്ങനെയാണ് ഈ ഭാഗവതം തത്വം ഉൾക്കൊള്ളിക്കുന്നത്. ആത്മമതിഹി. ഇതേവരെ നാം വിചാരിക്കുന്നു ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്ന് അകന്ന് എങ്ങോ ദൂരെ, അനന്ത ദൂരത്തിൽ അദൃശ്യനായി പരിലസിക്കുന്ന ഒരു പ്രഭാവമാണെന്ന്. അതങ്ങോട്ട് പോയി നമ്മുടെ ഉള്ളിൽ തൊട്ടടുത്ത് ആത്മപ്രകാശമായി സദാ കുടികൊള്ളുന്നതായ വൈഭവമാണത് എന്ന് മനസ്സിലാവുന്നു. ആത്മമതിർ ഗതത്രപഃ. അങ്ങനെ വരുമ്പോഴാണ് തദാ പുമാൻ മുക്ത സമസ്ത ബന്ധനഃ തദ്ഭാവഭാവാനുകൃതാശയാകൃതി. തദാ, ആ സമയത്താണ് പുമാൻ മനുഷ്യൻ, മുക്ത സമസ്ത ബന്ധനഃ. ഒന്ന് പറയൂ. എനിക്ക് ഇഷ്ടാവണേ ഇല്ല. മുക്ത സമസ്ത ബന്ധഃ, മുക്ത സമസ്ത ബന്ധനഃ, മുക്ത സമസ്ത ബന്ധനഃ. എല്ലാവിധത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും മനസ്സ് നിർമുക്തമാവുന്നു. ബന്ധനം മനസ്സിലാണ്, ശരീരത്തിലല്ല. അത് വീട്ടിലല്ല, തൊലിപ്പുറമെയല്ല. മനസ്സിലുള്ള സംശയം, ശരിയല്ലാത്ത ആകർഷണം, വികർഷണം, അസൂയ, കുശുമ്പ്, കുനിഷ്ട്, ഭയം, ഈ മാതിരിയൊക്കെയാണ് ബന്ധനങ്ങൾ. ആ ബന്ധനങ്ങൾ മുഴുവനും മനസ്സിൽ നിന്ന് കെട്ടഴിഞ്ഞ് അങ്ങോട്ട് പോയി. മുക്ത സമസ്ത ബന്ധനഃ തദ്ഭാവഭാവാനുകൃതാശയാകൃതി. ഇങ്ങനെ ഓരോ വിവരണവും കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് എന്തിനെ ഏത് പ്രകാരത്തിൽ വിവരിക്കുന്നുവോ അതേപോലെ മനസ്സായി തീർന്ന് പല വിധത്തിലുള്ളതായ ഭാവപ്രകർച്ചകളും വൈകാരിക വിപ്ലവങ്ങളും സംഭവിച്ച് മനസ്സ് പരിശുദ്ധമാവുന്നു. തൈര് കടയുന്ന സമയത്ത് ചളബള 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 എന്ന് കടഞ്ഞ് അവസാനമാണ് ആ വെണ്ണ പുറത്തങ്ങോട്ട് വരുന്നത്. അതിനെ ഉരുട്ടി അവിടെ ഇട്ടാൽ അത് തന്നെ അങ്ങോട്ട് പൊന്തി കടന്ന് ഉരുണ്ടു തുടങ്ങും അവിടെ. അതേമാതിരി കൈവല്യ നവനീതം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് കടഞ്ഞെടുക്കുകയാണ് ഈ മാതിരിയുള്ള തത്വകഥനങ്ങളിലൂടെ, ശ്രവണങ്ങളിലൂടെ. തദ്ഭാവഭാവാനുകൃതാശയാകൃതി നിർദഗ്ധ ബീജാനുശയോ മഹീയസാ ഭക്തി പ്രയോഗേന. കേൾക്കുന്നുണ്ടോ നിങ്ങള്? നിർദഗ്ധ, അങ്ങനെ വറുത്ത് കരിഞ്ഞു പോകുന്നത് പോലെ ദഗ്ധമായി ദഹിച്ചു പോയി അത്രേ. ബീജാനുശയോ, നമ്മുടെ മനസ്സിലുള്ള കർമ്മവാസനങ്ങൾ, ഐഹികവാസനങ്ങൾ, പാരത്രികമായിരിക്കുന്ന വാസനകൾ, ഇതെല്ലാം ഒരു വിത്തിന്റെ ബീജം വരെ വറുത്ത് പൊരിഞ്ഞങ്ങോട്ട് പോകുന്ന മാതിരി. മഹീയസാ ഭക്തി പ്രയോഗേന. ഈ രണ്ട് വാക്കുകൾക്ക് വേദവ്യാസർക്ക് എത്ര സമ്മാനം കൊടുത്താലും പോരാ. മഹീയസ,
അതിപ്രബലമായിരിക്കുന്ന ഭക്തി പ്രയോഗേണ, ഭക്തി എന്ന് പറയുന്ന ആ പ്രയോഗം കൊണ്ട്, ബൈ ദ മോസ്റ്റ് പവർഫുൾ അപ്ലിക്കേഷൻ ഓഫ് ഡിവോഷൻ, ബൈ ദ മോസ്റ്റ് പവർഫുൾ ഡിവോഷണൽ അപ്ലിക്കേഷൻ. ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചാൽ ഡ്രില്ല് ചെയ്ത് ആ ലോഹം എങ്ങനെയാണോ പുരുപുരുപുരുന്നിങ്ങനെ പുറത്തു വരിക, അതേമാതിരി നമ്മുടെ ഉള്ളു ശുദ്ധമായി മാലിന്യങ്ങൾ മുഴുവൻ അങ്ങോട്ട് പോവുകയാണ്. നിർദഗ്ധ ബീജാനുശയോ മഹീയസ ഭക്തി പ്രയോഗേന സമേത്യധോക്ഷജം. സമേതി പ്രാപിക്കുന്നു, സാക്ഷാത്കരിക്കുന്നു, സിദ്ധിക്കുന്നു, അണയ്ക്കുന്നു. അധോക്ഷജം ഭാഗവതത്തിന്റെ പ്രത്യേക ഒരു വാക്കാണത്. അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ്. 5 ഇന്ദ്രിയങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. എല്ലാറ്റിനെയും പ്രതിദാനം ചെയ്യുന്നതാണ് ഈ കണ്ണ്. അങ്ങനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പുറത്ത് ഗ്രഹിക്കാൻ പറ്റാത്തതാണ് ഈശ്വരൻ. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് അതീതനായിട്ടുള്ളവൻ. ഇന്ദ്രിയങ്ങൾക്ക് അതീതം എന്ന് പറഞ്ഞാൽ എന്താ? പുറമേ ഉള്ളത് മുഴുവനും ഇന്ദ്രിയങ്ങൾക്ക് കാണാം, ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതൊന്നും ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അധോക്ഷജൻ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം കൂട്ടരെ? ശരീരത്തിൻ്റെ ഉള്ളിൽ എന്നർത്ഥം. കേട്ടുവോ നിങ്ങൾ? മനസ്സിലാക്കിയോ? ഈശ്വരനെ എവിടെ തേടണം? മസ്തിഷ്കത്തിലും മാറിടത്തിലുമാണ് തേടേണ്ടത്. സമേത്യധോക്ഷജം അധോക്ഷജാലംഭമിഹാശുഭാത്മനഃ ശരീരിണ സംസൃതി ചക്രശാതനം. ഈ അധോക്ഷജന്റെ ആലിംഗനമുണ്ടല്ലോ, അന്തരാത്മാവിൻ്റെ ആലിംഗനം. ഇഹാശുഭാത്മനഃ അശുഭാത്മാക്കളായിട്ടുള്ളവർ ഈ ലോകത്തിൽ ആരെല്ലാം ഉണ്ടോ, ശരീരിണ ദേഹം ധരിച്ചുകൊണ്ടിരിക്കുന്നവർ. സംസൃതി ചക്രശാതനം. ഈ സംസാരം എന്ന് പറയുന്നത് ഒരു ചക്രം പോലെയാണ്. ആ ചക്രത്തിനെ ഛേദിച്ച് കളയുന്നതാണ് അന്തരാത്മാവിൻ്റെ ആലിംഗനം. കേട്ടുവോ? എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കണം, കുട്ടികളോടടക്കം പറയണം നിങ്ങൾ. അധോക്ഷജാലംഭമിഹാശുഭാത്മനഃ ശരീരിണഃ സംസൃതി ചക്രശാതനം തത് ബ്രഹ്മ നിർവാണസുഖം വിദുഹു ബുധാഃ. ഇതിനെയാണ് നിർവാണസുഖം എന്ന് വേദാന്തികൾ പറയുന്നത്. ഇതാണ് വാസ്തവത്തിൽ ബ്രഹ്മം. അധോക്ഷജന്റെ ആലിംഗനം ഭക്തന് കിട്ടുമ്പോ ബ്രഹ്മനിർവൃതിയായി. തതോ ഭജധ്വം. അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ എന്തു വേണം? അസുരപുത്രന്മാരെ. നിങ്ങളൊക്കെയോ മനുഷ്യപുത്രന്മാരും മനുഷ്യപുത്രികളുമാണ്. അസുരപുത്രന്മാർക്ക് പോലും ഇത് സംഭവിക്കുമെങ്കിൽ മനുഷ്യ സന്താനങ്ങളായിരിക്കുന്ന നിങ്ങൾക്കോ എത്രമാത്രം സംഭവിക്കേണ്ടതാ? തതോ ഭജധ്വം ഹൃദയേ ഹൃദീശ്വരം. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം കുട്ടികളെ? ഈശ്വരനെ ഭജിക്കണം. ഹൃദയത്തിൽ. ആരെ? ഹൃദീശ്വരം. കേൾക്കുന്നുണ്ടോ? ഹൃദയത്തിൻ്റെ തന്നെ ഈശ്വരനെ നിങ്ങൾ ഭജിക്കൂ. ഹൃദയവാസിയാണ് അദ്ദേഹം. ദ്രൗപദിയുടെ വസ്ത്രം ദുശാസനൻ പിടിച്ച് വലിച്ചപ്പോ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു ശ്രീഹരി. വസ്ത്രം അഴിഞ്ഞില്ല. അതേ ദ്രൗപദി ദുർവാസാവും കൂട്ടരും ചെന്നു. വനവാസക്കാലത്ത് അവർ ആഹാരം കഴിക്കാൻ വന്നപ്പോൾ കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. ആ സമയത്ത് ദ്രൗപദി ഒന്ന് വിളിച്ചു നോക്കി. വിളിച്ചു കഴിഞ്ഞപ്പോൾ വരാൻ കുറെ നേരം വൈകിയത്രേ. അപ്പോൾ ദ്രൗപദി ചോദിച്ചു, അന്ന് ഞാൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് വന്നുല്ലോ, ഇന്നെന്താ നേരം വൈകിയത്? അന്ന് എന്നെ വിളിച്ചത് ഹൃദയകമലവാസീന, എടുത്തൊരു ചാട്ടം ചാടി അവിടുന്ന്. ഇന്നിപ്പോൾ പറഞ്ഞതോ ദ്വാരകാവാസീന്ന്, നടന്നിങ്ങോട്ട് വരേണ്ടി വന്നു. അപ്പം നമ്മൾ വിളിക്കുന്നതിൽ വലിയ മാറ്റമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹൃദയസ്ഥനാണ് ഈശ്വരൻ. തതോ ഭജധ്വം ഹൃദയേ ഹൃദീശ്വരം കോധി പ്രയാസോ അസുരബാലക ഹരേരുപാസനേ സ്വേ ഹൃദി ഛിദ്രവത്സദഃ സ്വസ്യാത്മനഃ സഖ്യുരശേഷദേഹിനാം സാമാന്യതഃ കിം വിഷയോപപാദനൈഃ. എത്ര നല്ല ശ്ലോകാത്. കോധി പ്രയാസോ. ഒറ്റ ആള് മിണ്ടരുത്. ഈശ്വരനെ വിളിക്കാൻ സ്വാമിജി മൊട്ടത്തലയന്മാർക്കേ പറ്റൂ.
ക്രാപ്പുകാർ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് നിങ്ങൾ മിണ്ടരുത്. കോതി പ്രയാസോ, എന്താണ് പ്രയാസം? അസുരബാലകാഹ, അസുരപുത്രന്മാരെ, ഹരേഹേ ഉപാസനെ, ഹരിയെ ഉപാസിക്കാൻ. ആരാണ് ഈ ഹരി? സ്വേ ഹൃദി, തൻ്റെ ഹൃദയത്തിൽ, ഛിദ്രവത്, ആകാശം പോലെ, സതഹ, എല്ലാ സമയത്തിലും അധിവസിക്കുന്ന. ഭാഗവതത്തിൻ്റെ ഭാഷ മനസ്സിലായോ കൂട്ടരെ? ഇറ്റ് ഈസ് എഡ്യൂക്കേറ്റീവ് അറ്റ് എവറി പോയിന്റ് ഓഫ് ടൈം. ഇറ്റ് ഈസ് എൻലൈറ്റനിങ്, ഇറ്റ് ഈസ് ഇൻസ്പയറിങ്, ഇറ്റ് ഈസ് ഇൻവിഗറേറ്റിംഗ്. എവറി ടൈം ന്യായം, യുക്തിസഹമായിട്ടാണ് പ്രസ്താവന. എന്താണ് നിങ്ങൾക്ക് പ്രയാസം? ഹരിയെ ഉപാസിക്കാൻ. അവനവൻ്റെ ഹൃദയത്തിൽ ആകാശം എങ്ങനെ 4 ഭൂതങ്ങളിലും അധിവസിക്കുന്നുവോ അതുപോലെ അധിവസിക്കുന്ന ശ്രീഹരിയെ ഉപാസിക്കാൻ നിങ്ങൾക്ക് എന്താണ് വിഷമം? ഈ ഹരി ആരാ? സ്വസ്യാത്മനഃ, തൻ്റെ ആത്മാവ്. ഞാൻ ഞാൻ എന്ന് നിങ്ങൾ പറയുമ്പോൾ എന്തിനെയാണോ സൂചിപ്പിക്കുന്നത് അതാണ് ഈ ആത്മാ ഹരി, അത് വേറെ ഒന്നല്ല. ഇവിടെ ഈശ്വര വിശ്വാസം ഇല്ലാത്തവരൊറ്റ ആളില്ല. എന്താ കാരണം? എല്ലാവരും ഞാൻ എന്നാ പറയുന്നത്. ആ ഞാൻ എന്നുള്ളത് അന്തരാത്മാവിനെ സൂചിപ്പിക്കുന്നതാ. അതാണ് സാക്ഷാത് ഈശ്വരൻ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സ്വസ്യാത്മനഃ സഖ്യുഹു അശേഷദേഹിനാം, എല്ലാ ദേഹികൾക്കും സഖാവായിരിക്കുന്നവനാണ്, അന്തരാത്മാവാണ്. സാമാന്യതയ്ക്കും വിഷയോപപാദനൈ, ഈ ഹരിയെ ഉപാസന വിട്ടാൽ പിന്നെ എന്ത് ഉപാസനയാ? ഇന്ദ്രിയോപാസന. എന്ത്? ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൂട്ടുക, പുതിയത് ഇറങ്ങിയ ഇതൊക്കെ ഡിസ്പോസ് ചെയ്ത് അത് കൊണ്ടുവരിക, എന്നിട്ട് ബാങ്കിൽ നിന്ന് കടം മേടിക്കുക, എന്നിട്ട് വട്ടം തിരിയുക. ഇതന്നെയല്ലേ പിന്നെ ഉള്ളത്. സാമാന്യതയ്ക്കും വിഷയോപപാദനൈഹി, എത്ര കാലം തിന്നിട്ട് പല്ലില്ലാണ്ടായി. കണ്ടിട്ട് കണ്ണിന് ശക്തി മുഴുവനും പോയി. സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ. നചികേതസ് യമധർമ്മരാജാവോട് പറയുകയാണ്, ഞാൻ നിനക്ക് ആനയെ തരാം, കുതിരയെ തരാം, ഒട്ടകം തരാം, വേണ്ടത്ര ഭൂമി തരാം, ഡാൻസും പാട്ടും കൂത്തിനുമുള്ള സുന്ദരികളെ തരാം. ഇതൊക്കെ തരാമെന്ന് പറയുന്നുണ്ടല്ലോ, അനുഭവിക്കാൻ ഞാനല്ലേ. അനുഭവിക്കും തോറും എന്തുണ്ടാവണു? സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ. എത്ര അനുഭവിച്ചോ അത്രത്തോളം ഇന്ദ്രിയങ്ങളുടെ തേജസ് കാർന്ന് തിന്നപ്പെടുന്നു. അതുകൊണ്ട് യമധർമ്മ രാജാവേ, അങ്ങ് തരാമെന്ന് പറയുന്ന സാധനങ്ങൾ മുഴുവൻ എനിക്ക് വേണ്ടേ, അങ്ങയുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കട്ടെ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കുന്നുണ്ടോ? എത്ര കാലം ഓടും ഇതിൻ്റെ പിന്നാലെ? തിന്നാൻ വയ്യാൻ്റെയായി, നടക്കാൻ ശേഷിയില്ലാൻ്റെയായി. എന്നിട്ട് വേണോ ഇതിൽ നിന്ന് പിൻവലിയാൻ? വീട്ടിലുള്ളവർ പോന്ന് പറഞ്ഞിട്ട് വേണോ കാട്ടിലേക്ക് പോവാൻ? അതിനു മുമ്പേ പൊക്കൂടെ? സാമാന്യതക്കിം വിഷയോപപാദനൈ രായഃ കലത്രം പശവസ്സുതാദയോ ഗൃഹാമഹി കുഞ്ചരകോശഭൂതയഃ സർവേ അർത്ഥകാമാഃ ക്ഷണഭംഗുരായുഷഃ കുർവന്തി മർത്യസ്യ കിയത് പ്രിയം ചലാഃ. രായഃ, എത്രത്തോളം ധനമുണ്ടോ അത് മുഴുവനും, കളത്രം പശവഃ പശുക്കൾ മൃഗങ്ങൾ, സുതാദയഃ മക്കൾ, ഗൃഹം മഹി ഭൂമി, കുഞ്ചരകോശഭൂതയഃ വേണ്ടത്ര ട്രഷർ നിധി ആന, ഇതെല്ലാം തന്നെ. സർവേ എല്ലാം തന്നെ അർത്ഥകാമാഃ, അർത്ഥവും കാമവുമാണ്, ധർമ്മവും മോക്ഷവും ഭക്തിയുമല്ല. ക്ഷണഭംഗുരായുഷഃ, നമ്മുടെ ശരീരം നമ്മുടെ ആയുസ് ക്ഷണഭംഗുരമാണ്. അങ്ങനെ ക്ഷണഭംഗുരമായിരിക്കുന്ന ആയുസ്സോടു കൂടിയ മനുഷ്യന് ഇതിന് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കി തരാൻ പറ്റുമോ? നമ്മുടെ ശരീരം നശ്വരമാണ്, ലോകമോ നശ്വര വസ്തുക്കളാണ്. നശ്വര ശരീരം കൊണ്ട് നശ്വര വസ്തുക്കൾ എത്രയും അനുഭവിച്ചാൽ നശ്വരത കൂടുമോ കുറയോ? കണക്കും അറിയില്ലേ നമുക്ക്? നശ്വര ശരീരം കൊണ്ട് നശ്വര വസ്തുക്കളെ അനുഭവിച്ചാൽ നശ്വര പെരുകി വർദ്ധിക്കുന്നതൊഴികെ അനശ്വരതയ്ക്ക് സമീപിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ എന്താ അതിലുള്ളത്? ഒന്നുമില്ല. ഏവം ഹി ലോകാകൃതുഭികൃത അമി ക്ഷയിഷ്ണവഃ സാതിശയ ന നിർമ്മലാഃ. ഇതുപോലെയാണ് പരലോകത്തിലുള്ള സംഗതികളും. ഏവം ഹി ലോകാ ക്രതുഭിഹി കൃത അമി. ഭാഗവതം ശാസ്ത്രമാണ് കേട്ടോ. അപ്പൊ വേദങ്ങളെപ്പോലും വിലയിരുത്തുകയാണ് അവിടെ ചെയ്യുന്നത്.
ക്രതുഭിഹി കൃതാഹ, യാഗയജ്ഞങ്ങൾ കൊണ്ട് നേടിയെടുക്കാനുള്ള ഉപരിലോകൾ ബ്രഹ്മാദി സത്യലോകങ്ങളുണ്ടല്ലോ, അത് മുഴുവനും ക്ഷയിഷ്ണവഹ. ആ വാക്കിന് എത്ര മൂർച്ചയുള്ള വാക്കാ, ഒക്കെ ക്ഷയിക്കുന്നതാണ്. സാതിശയാഹ, കമ്പയറബിൾ ആണ്, തുലനം ചെയ്ത് അതിലും മീതെ ഒന്നുണ്ട് എന്നുള്ള നില വരാവുന്നതാണ്. ന നിർമ്മലാഹ, ഒന്നും നിർമ്മലമല്ല. ശ്രദ്ധിക്കണുണ്ടോ നിങ്ങൾ ഈ പറയുന്നത്? ക്ഷയിഷ്ണവ സാതിശയാന നിർമ്മലാഹ. അതുകൊണ്ട് എന്തും വേണം? ഇഹലോകത്തിലുള്ള വസ്തുക്കളോ പരലോക നേട്ടങ്ങളോ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തസ്മാത് അദൃഷ്ടശ്രുതദൂഷണം പരം, അദൃഷ്ടശ്രുതദൂഷണം, ഇന്നേ വരെ ഒരു കോട്ടവും ഒരു കുറയും ഒരു ദൂഷ്യവും കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത ആ പരമസത്യമുണ്ടല്ലോ ശ്രീഹരി, ആ ശ്രീഹരിയെ ഭക്തിയാ ഏകയാ ഈശം ഭജത. ഏകമായിരിക്കുന്ന അചഞ്ചലമായിരിക്കുന്ന ആ ഭക്തിയോടുകൂടി ആ ശ്രീഹരിയെ, പരമമായിരിക്കുന്ന ഈശ്വരനെ ഭജിക്കൂ. എന്തിനു വേണ്ടി? ഭജത ആത്മലബ്ധയേ. എന്ത്? നാളെ മുതൽക്ക് ക്ഷേത്രത്തിൽ പോയാൽ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്. എന്ത്? ആത്മലബ്ധയേ, ആത്മലബ്ധയേ. ആത്മലബ്ധിക്ക് വേണ്ടി പുഷ്പാഞ്ജലി നടത്തിക്കോളൂ. നിങ്ങൾ എന്തു വേണം? ഒരു പുഷ്പാഞ്ജലി ഭഗവാന്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജന്മനക്ഷത്രത്തിൽ നടത്തുക. എന്തിന്? ലോകം മുഴുവനും സന്തോഷിക്കട്ടെ, എല്ലാവർക്കും അനുഗ്രഹം കിട്ടട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ പുഷ്പാഞ്ജലി നടത്തി തുടങ്ങിയാൽ ആ ഭക്തനെ അനുഗ്രഹിക്കാൻ കൃഷ്ണൻ ഭഗവാൻ പിന്നാലെ വരും. നിങ്ങൾ എൻ്റെ മകന്, അയ്യ ഇവളുടെ മനസ്സുണ്ടല്ലോ, കടുക് മനസ്സ്, ഇതിൻ്റെ പിന്നാലെ ഒന്നും പോകാൻ പറ്റില്ല എന്നാണ് ഈശ്വരന് തോന്നുക. മനസ്സങ്ങോട്ട് വികസിക്കട്ടെ കൂട്ടരെ. രണ്ടിനും ഒരേ പുഷ്പാഞ്ജലി തന്നെയാണ്. ദേവന്റെ നക്ഷത്രത്തിൽ, ജന്മനക്ഷത്രത്തിൽ ലോകം മുഴുവനും അനുഗ്രഹിക്കാൻ ഒരു പുഷ്പാഞ്ജലി നടത്തിയാൽ അങ്ങനെ 10 ഭക്തന്മാർ വന്നാൽ മതി, സ്വർണ്ണ കൊടിമരുണ്ടാവും അവിടെ. പക്ഷേ മനുഷ്യർക്ക് അത് തോന്നില്ല. പിശുക്കന്മാരാ, ഒക്കെ പിശുക്കന്മാരാ, കാർപ്പണ്യദോഷം. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജാഃ പ്രീണനായ മുകുന്ദസ്യ ന വിത്തം ന ബഹുജ്ഞത ന ദാനം ന തപോനേജ്യ ന ശൗചം ന വ്രതാനി ച പ്രീയതേ അമലയാ ഭക്ത്യാ ഹരിഃ അന്യദ്വിഡംബനം. അദ്ദേഹം പറയാണ്, കുട്ടികളെ നിങ്ങൾ അസുരന്മാരാണെന്ന് വിചാരിച്ചു പോകരുത്. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജാഃ. ഹരിയെ ഭജിക്കാൻ വേണ്ടി ഒരാൾക്ക് ദ്വിജനാവണം എന്നില്ല, ദേവന്മാർക്കേ വയ്ക്കൂ എന്നില്ല, ഋഷിമാരാകണ്ട. ഹേ അസുരപുത്രന്മാരെ, പ്രീണനായ മുകുന്ദസ്യ, മുകുന്ദനെ മോക്ഷദാതാവിനെ പ്രീണിപ്പിക്കാൻ ന വിത്തം ന ബഹുജ്ഞത. അവിടെ പണം ഒരു സിമ്പിളോ ഒരു സ്റ്റാറ്റസോ അല്ല. ന ബഹുജ്ഞത, വേദശാസ്ത്ര ഇതിഹാസ പുരാണങ്ങളെല്ലാം പഠിക്കണം എന്നുമില്ല. ന ദാനം, വാരിക്കോരി പണം കൊടുത്തതുകൊണ്ട് മനസ്സ് ശരിയായില്ലെങ്കിൽ പറ്റില്ല. ന തപോനേജ്യ, കഠിന തപസ്. ഹിരണ്യകശിപു എത്ര വലിയ തപസ് ചെയ്തു അവിടെ. നേജ്യ, യജ്ഞയാഗങ്ങൾ. ന ശൗചം ന വ്രതാനിജ, പലതരത്തിലുള്ള ശൗചങ്ങൾ വ്രതങ്ങൾ ഇതൊന്നും വേണ്ട. പ്രിയതേ അമലയാ ഭക്ത്യാ ഹരിഃ. ശ്രീഹരി ശുദ്ധ നിർമ്മലമായിരിക്കുന്ന ഭക്തി കൊണ്ട് തൃപ്തിപ്പെടുന്നു. ശുദ്ധ നിർമ്മലമായ ഈ ഭക്തിയെ ശുദ്ധ നിർമ്മലമാക്കുന്നത് എന്താ? ഭക്തി മനസ്സിന്റെ പ്രകടനമാണ്. ശുദ്ധ നിർമ്മലമാകേണ്ടത് മനസ്സാണ്. ഹരിഹി അന്യദ്വിഡംബനം, ബാക്കിയുള്ളതൊക്കെ വെറും കാട്ടിക്കൂട്ടൽ. എന്ത്? കാട്ടിക്കൂട്ടൽ. പ്രിയതേ അമലയാ ഭക്ത്യാ ഹരിഹി അന്യദ്വിഡംബനം. ആ ഭക്തി എങ്ങനത്തതാ ചോദിക്കുമ്പോ പറയാണ്, ഏതാവാനേവ ലോകേസ്മിൻ പുംസസ്വാർത്ഥ പരസ്മൃതഃ ഏകാന്ത ഭക്തിർഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. കഴിഞ്ഞു കഴിഞ്ഞു. ഏതാവാൻ ഏവ ലോകേസ്മിൻ, ഈ ലോകത്തിൽ ഏതാവാൻ ഏവ, ഇത്ര മാത്രമേ ഉള്ളൂ കുട്ടികളെ. എന്ത്? പുംസഃ സ്വാർത്ഥഃ പരസ്മൃതഃ. ആരെങ്കിലും ഇവിടെ മനുഷ്യനായി ജനിച്ചാൽ അങ്ങേ അറ്റത്തെ മനുഷ്യലാഭം നേടാനുള്ള വഴി ദാ ഇത് മാത്രമാണ്, മനസ്സിലാക്കിക്കോളൂ. എന്താണത്? ഏകാന്ത ഭക്തിർ ഗോവിന്ദേ
ഏകാന്ത ഭക്തിർഗോവിന്ദേ ഏകാന്ത ഭക്തിർഗോവിന്ദേ ഏകാന്ത ഭക്തിർഗോവിന്ദേ ഏകാന്ത ഭക്തിർഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. ഗോവിന്ദനോട് ഏകാന്തമായിരിക്കുന്ന ഭക്തി. എന്താണ് ആ ഏകാന്ത ഭക്തി? യത് സർവത്ര തദീക്ഷണം. എല്ലാ ദിക്കിലും ആ ഗോവിന്ദനുണ്ട്, ഗോവിന്ദനുണ്ട്. ഗോവിന്ദ സാന്നിധ്യമില്ലാത്തതൊന്നുമില്ല. ഭഗവാൻ സർവത്ര വിരാജിക്കുന്നു. അവിടെ പൂജാമുറി എന്നൊരു പ്രത്യേക മുറിയില്ല, കുളിമുറി എന്ന് പ്രത്യേക ഒരു മുറിയില്ല, ഉള്ളു വേറെ പുറം വേറെ ഇല്ല. ശർക്കരയ്ക്ക് അകം പുറം, എവിടെ നക്കിയാലും മധുരല്ലേ. ഈ ലോകം എല്ലാ ദിക്കിലും ഒരുപോലെ ഈശ്വരമയമാണ്. സർവം വിഷ്ണുമയം ജഗത് വാസുദേവ സർവമിതി. യാതൊന്നു കാൺകിലതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കിലതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്കിലതു നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരി നാരായണായ നമഃ. എന്താ ഇപ്പം ഇതിന് വിഷമം? ഒന്ന് പറയും നിങ്ങൾ, എന്താ ഇതിന് വിഷമെന്ന്? ഒരു വിഗ്രഹത്തിൽ ഞാൻ ഈശ്വരനെ കാണും, വിഗ്രഹത്തിലും ഞാനാണ് ഈശ്വരനെ കാണുന്നത്. അത് കല്ലാണ് അല്ലെങ്കിൽ മണ്ണാണ്, അതിൽ നാം ഈശ്വരനെ കാണുന്നു. അപ്പം ആ വിഗ്രഹം ഉണ്ടായത് എവിടുന്ന? കല്ലിൽ നിന്ന്. കല്ലോ പാറയിൽ നിന്ന്, പാറ പർവ്വതത്തിൽ നിന്ന്, പർവ്വതം ഭൂമിയിൽ നിന്ന്, ഭൂമിയോ അന്തരീക്ഷത്തിൽ നിന്ന്, അന്തരീക്ഷമോ ഭഗവാനിൽ നിന്ന്. അപ്പം ഈ കല്ലിൽ ഈശ്വരനെ കാണാമെങ്കിൽ സർവത്ര ഈശ്വരനെ കണ്ടൂടെ? നിങ്ങൾ എന്തിനാ ഈ പിശുക്കന്മാരായി കഴിഞ്ഞുകൂടണേ? ആദ്യം കാണാനായി ഒരു വിഗ്രഹം എടുത്തു. ആ വിഗ്രഹത്തിൽ കണ്ടു പഠിച്ചാൽ വിഗ്രഹത്തിലും നാല് ഭാഗത്തും, ശ്രീകോവിലും പുറത്തും, മതൽക്കെട്ടിൻ്റെ ഉള്ളിലും മതൽക്കെട്ടിൻ്റെ പുറത്തും, തെരുവിലും എൻ്റെ വീടിലും അയൽവക്കത്തെ വീടിലും എല്ലാ ദിക്കിലും. അങ്ങനെ ഒരു ബിന്ദുവിൽ കാണുന്ന ഈശ്വര ദർശനത്തെ സർവവ്യാപകമായി വികസിപ്പിക്കുക. ഇതാണ് ഭക്തൻ്റെയും ഭക്തിയുടെയും വളർച്ചയും സാഫല്യവും. അരമണിക്കൂർ നാം ചെയ്യുന്ന ആരാധനയെ 24 മണിക്കൂറും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും ഗ്രസിപ്പിക്കുക, വികസിപ്പിക്കുക, ഉൾക്കൊള്ളിപ്പിക്കുക. ഇതാണ് ഭക്തിയുടെ വളർച്ച. അരമണിക്കൂർ നിങ്ങൾക്ക് ഈശ്വരാരാധന ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനിതാ ആണയിട്ട് പറയണു, ആ അരമണിക്കൂറിനെ നിങ്ങൾ 10 മണിക്കൂറും 5 മണിക്കൂറും 24 മണിക്കൂറുമാക്കി വികസിപ്പിക്കണം. ഈശ്വരനില്ലാത്ത ഒരു ദിനമില്ല. സർവ്വദിനങ്ങളും സൂര്യോദയത്താൽ സംഭവിക്കുന്നതാണ്. ആ സൂര്യൻ മിന്നുന്ന ഒരു ഗോളമാണ്. ആ ഗോളം നൽകുന്ന ഒരു ദിനവും ഇവിടെ പാപദിനമില്ല. പാപം പുണ്യം എന്നുള്ള വിചാരം പോലും ഭാഗികമാണ്, പാർശ്വികമാണ്, ഇടുക്കമുള്ളതാ. അതിനെയൊക്കെ മേപ്പെട്ടു പോയി നിങ്ങൾ സാർവത്രികമായിരിക്കുന്ന ഒരു ദർശനം വളർത്തിയെടുക്കൂ. ഇത് സാധിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. 2-3 ആള് പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മാത്രമായിട്ട് ഞാൻ ഭാഗവതം പറയാം. എന്താ ഈ 3 ആള്? മനസ്സിനെ അങ്ങോട്ട് വികസിപ്പിക്കൂ അപ്പാ. ഇതുകൊണ്ട് എല്ലാവർക്കും നല്ലതാണ്, എല്ലാവർക്കും നല്ലതാ. രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യാനേന യത്കൽപിതം ശ്രുത്യാ അനിർവചനീയത അഖില ഗുരോ ദൂരീകൃതായന്മയാ വ്യാപിത്വം ച നിരാകൃതം ഭഗവതോ യത്തീർത്ഥയാത്രാദിനാ ക്ഷന്തവ്യം ജഗദീശ യദ്വികലത ദോഷത്രയം മത്കൃതം. ഒരു ബ്രഹ്മസ്തുതി എന്നൊരു സ്തുതിയുണ്ട്. അതിൽ പറയുകയാണ്, ഞാൻ 3 വിധത്തിലുള്ള ദോഷം പാപം ചെയ്തു എൻ്റെ പൊന്നു ഭഗവാനെ, അതിനെന്നെ ക്ഷമിക്കണേന്ന് പറയട്ടെ. രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യാനേന യത്കൽപിതം. ഭഗവാൻ ഒരു രൂപവും ഇല്ല, സർവത്രയുള്ള ആളാണ്. എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്ന ഒരു സാധനത്തിന് രൂപം ഉണ്ടാവോ? എന്താ മിണ്ടാത്തെ? എല്ലാ രൂപങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ഒന്നിന് രൂപം ഉണ്ടാവില്ല. അങ്ങനെ രൂപമില്ലാത്ത അരൂപിയായി രൂപാതീതനായിരിക്കുന്ന അങ്ങയെ ഞാൻ ധ്യാനിക്കുന്ന സമയത്ത് പലതരത്തിലും രൂപം കൽപ്പിച്ചു.
ഇത് വലിയ ഒരു ചതിയും തെറ്റുമായി പോയി. സ്തുത്യാ അനിർവചനീയത അഖില ഗുരോ ദൂരീകൃതായന്മയാ. അങ്ങയെപ്പറ്റി എല്ലാവരും പറയുന്നത് അനിർവചനീയ രൂപനാണെന്ന്. അനിർവചനീയനാണ്. ഭഗവാനെ ഇന്ന പ്രകാരം എന്ന് നിർവചിക്കാൻ പറ്റില്ല. എന്തും എപ്പോഴും എല്ലാ പ്രകാരത്തിലും എവിടെയും എങ്ങനെയും ഉണ്ടാവുന്നതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? പല വിധത്തിലുള്ള സ്തുതികൾ നടത്തി അങ്ങയെ ഇന്ന പ്രകാരമാണെന്ന് ചിത്രീകരിച്ചു. അതൊരു ദോഷം. പിന്നെയോ വ്യാപിത്വം ച നിരാകൃതം ഭഗവതോ യത്തീർത്ഥയാത്രാദിനാ. അങ്ങ് എല്ലാ ദിക്കിലും ഉണ്ട്, സർവവ്യാപി സർവവ്യാപി എന്ന് ഭഗവാനെ ചിത്രീകരിക്കാത്ത മതമില്ല, ഗ്രന്ഥങ്ങളില്ല. അങ്ങനെ എല്ലാ ദിക്കിലുമുള്ള ഭഗവാനെ പ്രത്യേകമായ തീർത്ഥയാത്ര തിരഞ്ഞെടുത്ത് ഞാൻ പോയി അന്വേഷിച്ചു വന്നു, കണ്ടതുമില്ല. ഇതാണ് മൂന്നാമത്തെ തെറ്റ്. ഈ 3 കൂട്ടം തെറ്റിനും ക്ഷന്തവ്യം ജഗദീശയദ്വികലത ദോഷത്രയം മത്കൃതം, ഈ 3 ദോഷത്തിനും എന്നെ പൊറുക്കണേന്ന്. അപ്പം നിങ്ങളെല്ലാവരും ഇന്നു മുതൽക്ക് പ്രബുദ്ധമതികളാകൂ, ഉത്തമ ഭക്തന്മാരാകൂ. പ്രണയക്കയറുകൊണ്ട് ഭഗവാന്റെ കാലുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ വരിഞ്ഞു കെട്ടു. ഒരിക്കലും അദ്ദേഹത്തിന് നിങ്ങളുടെ ഹൃദയം വിട്ടു പോകാത്ത നിലയിൽ അനുഗ്രഹീതരായി തീരൂ. ഇതിന് ഒരാളുടെ സമ്മതവും തീട്ടൂരവും നമുക്ക് ആവശ്യമില്ല. ഈശ്വരനെ പടത്തിലോ പൂജാമുറിയിലോ ബിംബത്തിലോ എവിടെയെങ്കിലും കാണുന്നത് മാതിരി എല്ലാ ദിക്കിലും ഈശ്വരനെ കാണൂ. നിങ്ങളുടെ മനസ്സ് വികസിതമാകട്ടെ, നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകട്ടെ. ഭഗവാനോട് ഏകാന്ത ഭക്തി മാത്രമേ വേണ്ടൂ. ബാക്കിയുള്ളതൊക്കെ വെറും കാട്ടിക്കൂട്ടലാണ്, അന്യത് വിഡംബനം. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ സന്ദേശം. ഭക്തി മുളയ്ക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്, വളർന്ന് തളരേണ്ടതും നമ്മുടെ ഹൃദയത്തിലാണ്. അതിന് ഭാവാത്മകതയാണ് ആവശ്യം, വിചാരദീപ്തിയാണ് മറ്റൊരാവശ്യം. തത്വവിചാരം ചെയ്ത് തത്വപ്രതിപാദനങ്ങൾ കേട്ട് നല്ല നല്ല ശാസ്ത്രങ്ങൾ വായിച്ച് ആലോചിച്ച് ചിന്തിച്ച് ആ ചിന്തയിലും വിചാരത്തിലും ആലോചനയിലും അങ്ങനെ അതിൽ മകിഴ്ന്നങ്ങോട്ട് പൊന്തി അങ്ങോട്ട് കിടക്കണം. അതാണ് നമുക്ക് ആവശ്യം. അങ്ങനെ നിങ്ങളെല്ലാവരും ധന്യധന്യരായിത്തീരൂ. നിങ്ങളുടെ കുടുംബങ്ങളിൽ നല്ല കുട്ടികൾ, കുട്ടികൾക്ക് കുട്ടികൾ, പേരക്കിടാങ്ങൾ, അവർക്ക് കുട്ടികൾ ഉണ്ടാവട്ടെ. അവർക്ക് ഞാൻ പറയുന്നു, കുടുംബസ്നേഹം, സമാജസ്നേഹം, ഈശ്വര വിശ്വാസം, ധാർമ്മികമായിരിക്കുന്ന പൗരുഷം, ഇതെല്ലാം അവർക്കുണ്ടാവണം. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഉള്ളവർ വളരെ ചുരുങ്ങും. കവിഞ്ഞത് എന്ത് പറയും നിങ്ങൾ? എനിക്കറിയില്ല. അടുത്ത കാലത്ത് ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ആശ്രമത്തിൽ വന്നു പോകുന്ന ഒരു പെൺകുട്ടിയാണ്, അവൾക്ക് കല്യാണം കഴിഞ്ഞു, ഇപ്പോൾ എന്താ ഗർഭമായിരിക്കുന്നു. ഞാൻ ചോദിക്കുക, എന്താ കുട്ടിയെപ്പറ്റി വല്ല അഭിപ്രായമുണ്ടോ? അവൻ നുണ പറയരുതെന്നുണ്ടെന്ന്. അത്ര മാത്രമേ ഉള്ളൂ, നുണ പറയരുതെന്ന് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ കുട്ടിക്ക് വേറെ ചില ഗുണമൂല്യങ്ങളൊക്കെ ആയിക്കൂടെ എന്നൊക്കെ ചോദിച്ചു ഞാൻ. അപ്പോൾ നല്ല കുട്ടികളെന്നുള്ളതിന് എന്താ വിവരണം അതുപോലും അറിയില്ല. ഗർഭാധാനം മുതൽക്കാണ് കുട്ടി രൂപപ്പെടുന്നത്. യു ഷുഡ് പ്രോഗ്രാം യുവർ ചൈൽഡ്. പ്രോഗ്രാം. ആ പ്രോഗ്രാം എപ്പോഴാണ് തുടങ്ങണത് എന്ന് ചോദിച്ചാൽ ഗർഭാധാനം മുതൽക്കാണ്. അതിനു മുൻപ് ഒരാഴ്ചയോ 10 ദിവസമോ 15 ദിവസമോ നിങ്ങൾ അതിനൊരു വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം. ഞാനേ ഗർഭം നൽകാൻ പോവുക, ഞാനേ അത് സ്വീകരിക്കാൻ പോവുക. ഒരു പുതിയ സന്താനം ഭൂമിയിൽ നാമ്പെടുക്കുകയാണ്. ഭൂമി ഉള്ളിടത്തോളം കാലം അത് നിലനിന്നു എന്ന് വരാം. അതിൻ്റെ ബ്രഹ്മാവാണ് ഞാൻ എന്ന് വിചാരിച്ച് ആ കുട്ടിക്ക് രൂപം നൽകണം. ഗർഭമായി എന്നുണ്ടെങ്കിൽ 16 സംസ്കാരമാണ് നമുക്ക്. പുംസവനം എന്ന് പറഞ്ഞ് 3-ാം മാസം 1, സീമന്തം എന്ന് പറഞ്ഞ് 8-ാം മാസം 1, പ്രസവിച്ചു കഴിഞ്ഞാൽ ജാതകർമ്മം, നാമകരണം, ബഹിർഗമനം എന്നൊന്നുണ്ട്, പുറത്തേക്ക് കൊണ്ടുപോവുക, അന്നപ്രാശനം, ചൗളം, ഇങ്ങനെ പലതും ഉണ്ട്. ഇതൊക്കെ നല്ല സംസ്കാരമാണ് കുട്ടികൾക്ക്. ഇത് വല്ലതും ഉണ്ടോ നമ്മുടെ പട്ടികയിൽ? ഒന്നുമില്ല. ഒക്കെ കാട് കയറിയ മാതിരിയാണ്. നമുക്ക് എല്ലാം കൂടിയിട്ട് ചാനലും ഉണ്ട്, നമ്മളും ഉണ്ട്, കുറേ ന്യൂസ് പേപ്പറും ഉണ്ട്. ശമ്പളം എത്ര കിട്ടും, എവിടെയാണ് കിട്ടും, ഇതെത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ സമ്പാദിക്കുന്നത് മുഴുവൻ ഇവിടെ വിട്ടുപോകാനുള്ളതാണ്, കൊണ്ടുപോകാനുള്ളത് ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് നൽകാനുണ്ടെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശൻ്റെ അച്ഛനെ നിങ്ങളറിയോ? നിങ്ങളുടെ പേരക്കിടാവിന് നിങ്ങളെ അറിയാൻ പോകുന്നുണ്ട്? അറിയില്ല. സംസ്കാരം മാത്രമേ നിലനിൽക്കുള്ളൂ. ആ സംസ്കാര സമ്പന്നതയ്ക്ക് വേണ്ടി പരിശ്രമിക്കൂ, പ്രബുദ്ധമതികളായി തീരൂ. ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് വലിയൊരു നിധിയാണ് കൂട്ടരെ, നിധിയാണത്. അതിനെ നിധിയാക്കുന്നില്ല നമ്മൾ. നമ്മുടെ മനസ്സിൻ്റെ പാപ്പരത്വത്താൽ, ചിത്തദാരിദ്ര്യത്താൽ, ബുദ്ധി
ബുദ്ധി ഇടുക്കത്താൽ നമുക്ക് ഭക്തിയെ ഒരു നിധിയാക്കാൻ പറ്റുന്നില്ല. അത് നിധിയാക്കി നിങ്ങളെല്ലാവരും ഉത്തരോത്തരം ശോഭിച്ച് സന്തോഷത്തോടു കൂടി സുസ്മേരവദനരായി എല്ലാ കാലത്തും കഴിയും. എല്ലാവരെയും ഞാൻ മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. ഉത്തരോത്തരം നിങ്ങൾക്ക് മംഗളമുണ്ടാകട്ടെ, അന്തരാത്മീയത വളരട്ടെ, ആത്മവിശ്വാസവും ആത്മബലവും ഒരു കുറവുമില്ലാതെ നിങ്ങളിൽ പ്രകാശിക്കണം. നിങ്ങളുടെ കുടുംബം ധന്യധന്യമാകണം, സമാജവും. ഹേ ഗോപാലക ഹേ കൃപാജലനിധേ ഹേ സിന്ധുകന്യാപതേ ഹേ കംസാന്തക ഹേ ഗജേന്ദ്ര കരുണാപാരീണ ഹേ മാധവ ഹേ രാമാനുജ ഹേ ജഗത്രയ ഗുരോ ഹേ പുണ്ടരീകാക്ഷമാം ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി ന ത്വാം വിനാ. അദ്വൈതബോധാബ്ജസഹസ്രരശ്മി ശാന്തേർലതായാഃ കില കൽപ്പവൃക്ഷഃ സംസാരസന്താപവിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. ഹരി ഓം, ഹരി ഓം. എല്ലാവരും കൂടി വേണ്ടതുപോലെ ഇരുന്നു കൊണ്ട് ഓംകാരം. ഓ ഹരി ഓം തത്സത്. ജയ ഗുരു.